pleased to welcome you all to the webinar on Shift Left Trends in Technology 21. The webinar is organized by Public Relations Department, Government of Kerala, in association with ISAP Kannur. Our webinar will give an overview of technological changes in the industry with respect to technical education, new age skills and courses, need of lifelong learning, and forthcoming job trends in the technical sector. I believe that we are in the right place, right time, with the best people to guide us. Together, let us accelerate the exchange of ideas. I request Shri E.K. Padmanabhan, District Information Officer, Kannur, to deliver the welcome address. Namaskaram. Kannur Jilla Information Office, ASAPum, സംയുക്തമായി സംഘടിപ്പിക്കുന്ന സാങ്കേതിക തൊഴിൽ രംഗത്തെ നൂതന പ്രവണതകൾ സംബന്ധിച്ചുള്ള വെബിനാറിലേക്ക് സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സാധ്യതകൾ നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും യുവതലമുറയുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ആ മേഖലയിലുള്ള വളർച്ചയ്ക്കുമായി വളരെ മികച്ച രീതിയിലാണ് സംസ്ഥാനത്ത് ഇന്ന് ഉപയോഗപ്പെടുത്തുന്നത്. സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടി നൂതനമായ ഒട്ടേറെ ആശയങ്ങളും പദ്ധതികളും സ്കീമുകളും എല്ലാം നടപ്പിലാക്കി വരുന്നു. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഒരു വിജ്ഞാന സമൂഹമെന്ന നിലയിലായിരിക്കണം കേരളത്തിന്റെ ഇനിയുള്ള വളർച്ച എന്ന കാഴ്ചപ്പാടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. സ്വാഭാവികമായും IT, സാങ്കേതിക രംഗത്തും വിവരവിനിമയ മേഖലയിലുമാണ് ഏറ്റവും ദ്രുതഗതിയിലുള്ള മുന്നേറ്റം ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് എല്ലാ സൂചനകളും നമുക്ക് നൽകുന്നത്. കോവിഡിലും തളരാതെ നിൽക്കുന്നതും കൂടുതൽ സാധ്യതയുള്ളതും IT അനുബന്ധ മേഖലകൾക്കാണെന്ന് നമുക്കറിയാം. ഈ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ യുവജന സമൂഹത്തെ ആകെയും പ്രാപ്തമാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പുതിയ കോഴ്സുകൾ പഠിക്കുക എന്നതിനോടൊപ്പം തന്നെ അങ്ങനെ ആർജിക്കുന്ന നമ്മുടെ കഴിവുകൾ, നമ്മുടെ ശേഷി, അതെല്ലാം കൂടുതൽ മികച്ചതാക്കാനും അതിനാവശ്യമായ തൊഴിൽ നൈപുണ്യ പഠനങ്ങൾ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളും മറ്റ് സാധ്യതകളും തുറന്നിടും എന്ന് നമുക്കെല്ലാം അറിയുന്നതാണ്. ഇങ്ങനെ ഒരു ലക്ഷ്യത്തോടെയാണ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അസാപ്പിന്റെ സഹകരണത്തോടെ ഈ വെബിനാർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വെബിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ S. Chandrashekhar IAS ആണ്. സാറിനെ ഞാൻ ഈ സെമിനാറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ വെബിനാറിലെ മുഖ്യ ആകർഷണം സാങ്കേതിക തൊഴിൽ രംഗത്തെ പുതിയ പ്രവണത സംബന്ധിച്ച ക്ലാസ് തന്നെയാണ്. ഈ ഡിജിറ്റൽ ലോകത്ത് ഏറെ ശ്രദ്ധേയനായ ബിനീഷ് മൗലാന സാറാണ് ഈ ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന് വേണ്ടി, അസാപ്പിന് വേണ്ടി വളരെ സ്നേഹത്തോടെ ആദരപൂർവ്വം ഞാൻ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അസാപ്പിന്റെ ബിസിനസ് ഡെവലപ്മെന്റ് ആൻഡ് പ്ലേസ്മെന്റ് മാനേജ്മെന്റ് വിഭാഗം മേധാവി ശ്രീ TV വിനോദ് സാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച അസാപ്പിന്റെ ജില്ലാ പ്രോഗ്രാം മാനേജർ ശ്രീ കൃഷ്ണൻ കോളിയോട്ട്, ആനന്ദ് സുണ്ണി, അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കണ്ണൂർ ജില്ലയിലെ എഞ്ചിനീയറിംഗ് കോളേജ്, പോളിടെക്നിക്, ITI തുടങ്ങിയ സാങ്കേതിക സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളാണ്. അവരെ ഈ പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിച്ച ഈ സ്ഥാപനങ്ങളുടെ എല്ലാ മേധാവികൾ, അധ്യാപകർ എന്നിവരെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവർക്കെല്ലാം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിനുള്ള പ്രത്യേക നന്ദി കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ഈ ക്ലാസ്സിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. നമസ്കാരം. Thank you, sir. Now, I request Mr. Krishnan Koliyot, District Program Manager, ASAP Kannur, to render the introductory remarks. Good afternoon to one and all. ഇന്ന് നമുക്കറിയാം പബ്ലിക് റിലേഷൻഷിപ്പ് ഡിപ്പാർട്ട്മെന്റും അസാപ്പും കൂടെ സംയുക്തമായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഈ വെബിനാർ ടോപ്പിക് ഷിഫ്റ്റ് ലെഫ്റ്റ് ട്രെൻഡ്സ് ഇൻ ടെക്നോളജി എന്നതാണ്. ഒരുപക്ഷെ എല്ലാവർക്കും അതിന്റെ ഒരു അർത്ഥം അറിഞ്ഞോളണമെന്നില്ല.
എന്നിരുന്നാലും ഒരു സംക്ഷിപ്തമായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ നമ്മളിപ്പം സാധാരണ സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ അവസാനം അടുക്കുമ്പോഴാണ് ടെസ്റ്റിംഗ് നടത്താറ്. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നടക്കുന്ന ഈ ഒരു കാലത്ത് ടെസ്റ്റിംഗ് തന്നെ സ്റ്റാർട്ടിംഗ് ഫേസിൽ തന്നെ ചെയ്തു പോകുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതാണ് ഷിഫ്റ്റ് ലെഫ്റ്റ് ലെൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ പരമായിട്ടുള്ള ഒരു അഡ്വാൻസ്മെന്റ് മാത്രമാണ് ഈ ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഒരു ഇപ്പോഴത്തെ ഒരു സിനാരിയോ എക്സ്പോണൻഷ്യൽ ആയിട്ട് ടെക്നോളജിക്കൽ കാര്യങ്ങൾ വർദ്ധിക്കുകയും പുതിയ പുതിയ ടെക്നോളജികൾ ഒരു ചെറിയ ടൈം സ്പാനിൽ തന്നെ സൊസൈറ്റിയിലേക്ക് വരികയും ആൾക്കാർ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. നമ്മളെല്ലാവരും കുട്ടികൾ IT-യിലാണെങ്കിലും പോളിടെക്നിക്കിലാണെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിലാണെങ്കിലും നമ്മൾ നമ്മുടെ നോട്ട് ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ ഉള്ള കാര്യങ്ങൾ പഠിച്ച് അത് പുറത്തിറങ്ങുമ്പോഴത്തേക്കും ആ പഠിച്ച കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകുന്ന ഒരു സാഹചര്യവും പുതിയ ടെക്നോളജികൾ സൊസൈറ്റിയിലേക്ക് വരുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ ഒരു വെബിനാർ ഇപ്പൊ ഹോസ്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് കരുതിക്കൊണ്ടാണ്. മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം നമ്മൾ ഒരു ലൈഫ് ലോങ് ലേണർ ആയിട്ട് മുന്നോട്ടേക്ക് പോകാനും ഈ റാപ്പിഡ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ റാപ്പിഡ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഒരു മനോഭാവം, അതേപോലെ തന്നെ പുതിയ പുതിയ സ്കില്ലും കാര്യങ്ങളും ഒക്കെ ഇമീഡിയറ്റ് ആയിട്ട് തന്നെ അതിനു വേണ്ടിയിട്ട് ഉള്ള സമയം മാറ്റി വെച്ചുകൊണ്ട് തന്നെ അതില് ഊന്നൽ നൽകിക്കൊണ്ട് പഠിക്കാനും ഇംപ്രൂവ് ചെയ്യാനും സ്കില്ല് വർദ്ധിപ്പിക്കാനും ഉള്ള ഒരു മനോഭാവം കൂടി നമ്മുടെ കുട്ടികളിൽ അത് വരണം. അതിനും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ സ്പീക്കർ ആയിട്ട് വന്നിട്ടുള്ള 20ഓളം വർഷം എക്സ്പീരിയൻസ് ഉള്ള ക്ലൗഡ് ആർക്കിടെക്ട് ആയിട്ടുള്ള ബിനീഷ് സർ നമ്മുടെ കൂടെ ഉള്ളത്. കൂടുതലായിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ എന്തായാലും ബിനീഷ് സാർ ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇന്നത്തെ വെബിനാറിൽ എന്തായാലും നിങ്ങൾക്ക് നൽകും. അതുപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ടെക്നോളജിയെ കുറിച്ചോ അതേപോലത്തുള്ള കോഴ്സുകളെ കുറിച്ചോ ഒക്കെ അറിയണമെങ്കിൽ അസാപ്പുമായിട്ട് ബന്ധപ്പെടാം. അസാപ്പിന്റെ വെബ്സൈറ്റായ asapkerala.gov.in വഴിയും നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കുന്നതാണ്. എന്നാൽ ഈ ഒരു ദിവസത്തെ ഇന്നത്തെ വെബിനാർ ഏറ്റവും നല്ല വിധത്തിൽ എല്ലാവരും ഉപയോഗിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുക. എല്ലാവിധ ആശംസകളും. Thank you, sir. Next, I request Sri Chandrashekhar IAS, Honorable District Collector, Kannur, to give the inaugural address. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം അസാപ്പും സംയുക്തമായി വരുന്ന 18-ാം തീയതി ഒരു വെബിനാർ സംഘടിപ്പിക്കുകയാണ്. സാങ്കേതിക രംഗത്ത് പുതിയ തൊഴിലവസരങ്ങൾ, നൂതന പഠന വിഭാഗങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ വെബിനാർ. സാങ്കേതിക രംഗത്ത് വിപണിയിലുള്ള ഒരു മാറ്റങ്ങൾ, അതുപോലെ സാങ്കേതിക മേഖലയിൽ ഭാവി തൊഴിൽ സാധ്യതകൾ, നൂതന പഠനരംഗം എന്നിവ വെബിനാറിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഈ വെബിനാർ നയിക്കുന്നത് 20 വർഷമായിട്ട് ടെക്നിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ക്ലൗഡ് ആർക്കിടെക്ട് വിദഗ്ധൻ ബിനിഷ് മൗലാന ആയിരിക്കും. ഈ ഒരു അവസരത്തിനെ എല്ലാ വിദ്യാർത്ഥികളും പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. Thank you, sir. Now, I call upon Shri Vinod TV, Head, Community Skill Parks and Business Development Division of ASAP, to render the special address. ഇന്നത്തെ ഈ വെബിനാർ സെഷനിൽ ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളെ, വിദ്യാർത്ഥികളെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിനുള്ള സാറ്, ഇതിന്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട സ്പീക്കറായിട്ടുള്ള മിസ്റ്റർ ബിനീഷ് മൗലാന, അസാപ്പിലെ മറ്റ് എൻ്റെ സഹപ്രവർത്തകർ. നമ്മളിപ്പോൾ തന്നെ ഏകദേശം ബിഹൈൻഡ് ഷെഡ്യൂളാണ്. ബിനീഷ് മൗലാനയാണ് ഇന്നത്തെ നമ്മുടെ കോറായിട്ടുള്ള കാര്യങ്ങൾ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവതരിപ്പിക്കാനുള്ളത്. സാങ്കേതിക രംഗത്തെ സാധ്യതകളെ സംബന്ധിച്ച് അദ്ദേഹം വളരെ വിശദമായി സംസാരിക്കും. അധികം സമയമെടുക്കാതെ ചുരുങ്ങിയ ഭാഷയിൽ ഈ സെഷന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ വിദ്യാർത്ഥി സമൂഹത്തിനായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നിലവില്
നമ്മളുടെ കേരളത്തില്, രാജ്യത്ത്, ലോകത്ത്, പ്രത്യേകിച്ച് കേരളത്തിലും എംപ്ലോയ്മെന്റ് സെക്ടർ വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. ഇത്തരത്തിലുള്ള പദ്ധതികളെ സംബന്ധിച്ചിട്ട് ഏതൊക്കെയാണ് സാധ്യതകളെ സംബന്ധിച്ചിട്ട് പുതിയ ഉദ്യോഗാർത്ഥി സമൂഹത്തിനെ ബോധവൽക്കരിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുള്ളത്. പാരന്റ്സും ഈ കുട്ടികളും ഉദ്യോഗാർത്ഥികളും ഒക്കെ ഇന്നുള്ളതിൽ ഇനി ഏതൊക്കെയാണ് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ മാർഗങ്ങൾ, എന്തെല്ലാം കോഴ്സുകൾ ചേർന്നാലാണ് തങ്ങളുടെ ആസ്പിറേഷന് അനുയോജ്യമായ ഒരു പിന്നെ കരിയർ പാത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുക, എന്തൊക്കെ ജോലികളാണ് പുതിയ ടെക്നോളജി ഡിസപ്ഷൻ കൊണ്ട് ഡിസപ്പിയർ ആയി പോകുന്നത്, ഏതെല്ലാം മേഖലകളിലാണ് പുതിയ തൊഴിലവസരങ്ങൾ, പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉയർന്നു വരുന്നത്, ഇതിനെ സംബന്ധിച്ചിട്ടൊക്കെ നമുക്ക് ആർക്കും വളരെ കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ സങ്കീർണമായ ഒരു സിറ്റുവേഷനാണ് നിലവിലുള്ളത്. ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഒരു നോളജ് ഇക്കണോമി ആണ് ഇനി മുതൽ നമ്മളെ അങ്ങോട്ട് നയിക്കുക എന്ന് നമ്മൾ കരുതുന്നു. അത്തരത്തിൽ ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഇക്കണോമി വരുമ്പോൾ സ്വാഭാവികമായും മറ്റെല്ലാ തൊഴിൽ മേഖലകളും ടെക്നോളജി ഡിസ്റപ്ഷൻ ഉണ്ടാവും. ഇതുകൊണ്ട് തന്നെ എല്ലാ തൊഴിൽ മേഖലകളിലും അത്യാവശ്യം ടെക്നിക്കൽ സ്കിൽസ് അത്യാവശ്യമായി വരുന്ന സാഹചര്യം ഇനി ഉണ്ടാവും. അപ്പൊ ആകെ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന്, നമ്മളുടെ കൺവെൻഷണൽ വിദ്യാഭ്യാസം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള എമർജിംഗ് ചലഞ്ചുകളെ അഭിമുഖീകരിക്കുന്നതിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന തരത്തിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതും, ഇൻഡസ്ട്രിയിൽ കൃത്യമായ അപ്ഡേഷൻ വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് ഒരു അപ്ഡേഷൻ വന്ന് അതിനെ നമ്മൾ ഡിഫെൻസീവ് ആകുന്നതിന് മുമ്പ് അടുത്ത അപ്ഡേഷൻ വരുന്ന തരത്തിൽ ഇൻഡസ്ട്രി വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് പഠിക്കണം, ഏതാണ് അഭികാമ്യമായ ജോലി, ഏത് മേഖലയിലാണ് ഉയർന്നു വരാൻ പറ്റുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആകെയുണ്ട്. ഇത് ഒരു ഏകദേശം നമ്മളുടെ ഒരു കണക്കനുസരിച്ചാൽ 65% വിദ്യാർത്ഥികൾ ആർട്സ്, സയൻസ്, കൊമേഴ്സ് മേഖലകളിലും ബാക്കി വിദ്യാർത്ഥികൾ ടെക്നിക്കൽ മേഖലകളിലും പഠിക്കുന്നവരാണ്. ഇവരിൽ നല്ലൊരു വിഭാഗം അതിഭയങ്കരമായ ആശയക്കുഴപ്പത്തിലാണ് ഏതാണ് അവരുടെ ഫീൽഡ് എന്നറിയാൻ. ഇത്തരത്തിലുള്ള ഈ വെബിനാർ സീരീസ് വഴി അസാപ്പ് ഉദ്ദേശിക്കുന്നത് ഈ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ കൂടാതെ തന്നെ തങ്ങളുടെ അഭിരുചിക്കിണങ്ങുന്ന മേഖലകൾ കണ്ടെത്തുന്നതിനും ആ മേഖലകൾക്ക് ആവശ്യമായ നൈപുണ്യം ആർജിക്കെടുക്കുന്നതിന് സംസ്ഥാനത്തോ മറ്റു സ്ഥലങ്ങളിലോ അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ എന്തെന്ന് മനസ്സിലാക്കുന്നതിനും നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ അസാപ്പിന്റെ വെബിനാറിലൂടെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത്, സാങ്കേതിക മേഖലയിൽ നിലവിലുള്ളതും ഇനി എമർജ് ചെയ്ത് വരും എന്ന് ഇൻഡസ്ട്രിക്ക് ബോധ്യമായിട്ടുള്ളതുമായ മേഖലകളെ സംബന്ധിച്ച് ശ്രീ ബിനീഷ് മൗലാന നിങ്ങളോട് വിശദീകരിച്ചു തരുന്നതാണ്. ഞാൻ ഈ സെഷനിൽ കൂടുതൽ സമയം അപഹരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓവർ ടു യു, മോനിഷ, ടു ഇൻവൈറ്റ് Mr. Binish. Thank you, sir. Moving on, I would like to introduce our speaker for the session, Mr. Binish Maulana, Cloud Expert, DevOps Finastra, to the participants. Mr. Binish is a technocrat with 20 plus years of accomplishment in the software industry with proven track record. He is a cloud architect expert and passionate towards cutting-edge technologies. He is a recent winner of 2 global hackathons, namely Vista Hackathon 2020 and Hack to Future Hackathon. Now moving on to the webinar, general guidelines to the participants. You may post your queries regarding the topic in the Q&A tab or chat tab of the platform available in the bottom right-hand corner. Following the session, we'll have a brief discussion on the Q&A post. Now over to you, sir. Please, platform is yours. Thank you. Honorable District Collector, Chandrashekhar IAS, District Information Officer, Mr. Padmanabhan, TV Vinod, Head of CSP Division, Mr. Krishnan, and ASAP office bearers, respected institutes, engineering colleges, and other colleges who have joined this call, and all those young, bright, sparkling minds that have joined and up for a discussion. That's what I would believe. നമുക്കിതൊരു ഡിസ്കഷനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം. നമുക്ക് we'll jump into the session right away. ഞാനൊരു ലിങ്ക് നമ്മുടെ ഇതിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിങ്കിന്റെ ഉദ്ദേശം, നിങ്ങളത് ഓപ്പൺ ചെയ്താൽ എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ടെക്നോളജി ആയിരിക്കാം സംസാരിക്കാൻ പോകുന്നത്,
നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ തോട്ട്സ് 3 കോളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആ ഗ്രീൻ പ്ലസ് സൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ആഡ് യുവർ ഓൺ നോട്ട്സ്. എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അതിലൂടെ കാണാം. സോ മീൻ വൈൽ വി വിൽ സ്റ്റാർട്ട് ദിസ് സെഷൻ. നമ്മുടെ സ്ക്രീനിൽ ഇപ്പം നിൽക്കുന്ന എനിക്ക് ഇച്ചിരി ഇൻപുട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. മനുഷ്യൻ ഒന്ന് ചോദിച്ചാൽ ഈ സ്ക്രീനിൽ ഇപ്പം നമ്മൾ കാണുന്നത് ഒരു ലോസ് കോണ്ടാക്ട് എന്ന് പറഞ്ഞ ഒരു ഒരു സർക്കിളാണ് കാണുന്നത്. മനുഷ്യ ഒന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ എന്തായിരിക്കാം ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇതിന് നമ്മൾ കോൾ ചെയ്യുന്ന ഇവന്റ് ഹൊറൈസൺ എന്നാണ്. ഈ ഒരു പർട്ടിക്കുലർ വേ ദാറ്റ് ഇറ്റ് ഇസ് പ്ലേസ്ഡ്. So what event horizon talks about is a point of no return. A point of no return. നമ്മൾ ഇന്ന് ടെക്നോളജിയുടെ പേഴ്സ്പെക്റ്റീവിൽ എടുക്കുകയാണെങ്കിൽ it talks about say we are at that point in time where we are going to a point where what we thought was the future. നമ്മൾ ഫ്യൂച്ചർ എന്താണ് എന്ന് വിചാരിച്ചിരുന്ന അത് ഇന്ന് നമുക്ക് ഇവിടെ കിട്ടുന്നു. ഇതാണ് a point of no return in technology എന്ന് നമ്മൾ പറയുന്നത്. We are living the future today. ഇന്ന് നമ്മൾ നാളെ എന്ത് സംഭവിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു, കുറേ വർഷങ്ങൾക്ക് ശേഷം നടക്കുമെന്ന് വിചാരിച്ചിരുന്നത്. We are living that future right now. With that, we begin shift left trends in technology. അപ്പോൾ നമ്മൾ നേരത്തെ കൃഷ്ണൻ സാർ has given a beautiful introduction what shift left means in terms of technology. So it definitely talks about moving technology or testing in an agile form. നമ്മൾ ഇന്ന് വർക്ക് ചെയ്യുന്നത് അജൈൽ രീതിയിലാണ്. നമുക്ക് പണ്ടുണ്ടായിരുന്നത് വാട്ടർഫോൾ എന്ന് പറഞ്ഞ മെത്തേഡായിരുന്നു. കൺസ്ട്രക്ഷൻ മുതലുള്ള പ്രൊജക്ട് മാനേജ്മെന്റ് ടെക്നിക്സിൽ ഉണ്ടായിരുന്ന ആ ഒരു മെത്തഡോളജി നമ്മൾ സോഫ്റ്റ്വെയറിലും അഡോപ്റ്റ് ചെയ്തു. But what we understood over the period is that technology requirements change over the period of the project. അതിൽ നിന്ന് we took an informed decision and we moved into agile. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി why we went through a lot of software projects and we informedly we took a shift left method. അതായത് നാളെ വരാനിരിക്കുന്ന ഒരു സാധനം നമ്മൾ ഇന്ന് തന്നെ അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുക. അത് ടെസ്റ്റിങ്ങിന്റെ ഒരു യൂസ് കേസ് എടുത്തു വെച്ചിട്ട് നമ്മൾ സാർ അത് ആദ്യം തന്നെ നമുക്ക് ഒരു എക്സ്പ്ലനേഷൻ തന്നു. He gave an idea as to what shift left is. Now on a larger term, when we are agile, when we are moving into, say, we are breaking silos, we are doing incremental updates of product or software delivery. അപ്പോൾ ഈ ഒരു മെത്തഡോളജിയിൽ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്ത് നോക്കാം, അതിൻ്റെ ഔട്ട്കം ലാസ്റ്റ് നോക്കാം എന്ന് പറയുന്ന ഒരു ആംഗിളിൽ നിന്ന് മാറി the industry has moved in really into an agile way wherein നാളെ വരാനിരിക്കുന്ന കാര്യം ഇന്ന് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ? സോ ഡെഫിനറ്റ്ലി ദാറ്റ്സ് എ പാരഡോക്സൽ ക്വസ്റ്റ്യൻ. ബട്ട് ഇന്ന് അത് പോസിബിൾ ആണ്. ഇന്ന് നമ്മൾ പോസിബിൾ ആണെന്ന് പറയുന്ന ആ ഒരു എക്സ്പെക്ടേഷൻ അതെങ്ങനെ നമ്മൾ ചെയ്യുന്നു? ദ പ്രിൻസിപ്പിൾ ഓഫ് ഷിഫ്റ്റ് ലെഫ്റ്റ് ഈസ് ടു ടേക്ക് എ ടാസ്ക് ദാറ്റ് ഈസ് സപ്പോസ് ടു കം അറ്റ് എ ലേറ്റർ പോയിന്റ് ഇൻ ടൈം ആൻഡ് പെർഫോം ദാറ്റ് ടെസ്റ്റിംഗ്, പെർഫോം ദാറ്റ് ടാസ്ക് or that technology, adopt that technology very early in its life cycle. ഇതാണ് the future of technology. That is what future is holding for us. അതായത് in nutshell, day one, either you do it on day one or one day you definitely have to do. So it's your decision. ഇത് നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, you might have just completed your course, പക്ഷേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല അപ്രോച്ചായിട്ട് ഇത് നമ്മൾ പ്രസന്റ് ചെയ്യുകയാണ്. And let's see how we say that it is possible. On your screen right now is what is in it for you today. WIIFM. നമ്മൾ എന്തൊരു കാര്യത്തിന് പോയാലും എനിക്ക് ഇതിനകത്തുനിന്ന് എന്ത് കിട്ടും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ടെക്നോളജി സൈഡിൽ എന്തൊക്കെ ട്രെൻഡ് നടക്കുന്നു, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി എന്നുള്ളതിൻ്റെ ഒരു
ഒരു ഒരു ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ചെയ്യാൻ നമുക്കൊരു ചെറിയ ഒരു ഇത് തരാനൊക്കത്തുള്ളൂ ഈ ഒരു മണിക്കൂർ. ബട്ട് വി വിൽ ഗീവ് യു എ ലോട്ട് ഓഫ് ജാർഗൻസ്, വി വിൽ ഗീവ് യു എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ബൈ വിച്ച് നിങ്ങളുടെ ലേണിംഗ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സാറ് പറയുകയുണ്ടായി, ഡേറ്റ ഡ്രിവൺ ആണ് ഇന്നത്തെ വേൾഡ്. എങ്ങനെയാണ് നമ്മൾ ലേറ്റസ്റ്റ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ഏത് പഠിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഔട്ട്കം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഇന്നിവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം, ആസ് ഇൻ ഐ വോണ്ട് ടു ബി സമൺ ഇൻ ദിസ് പർട്ടിക്കുലർ ലൈൻ, അതിലേക്ക് അലൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഹംബിൾ അറ്റംപ്റ്റ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ വാട്ട് വി ലുക്കിംഗ് ഇൻ ടു ആർ technologies that is driving the industry right now: cloud, data, DLT, blockchain, automation, quantum, and then what has changed in the new normal. Now, in that line, നമുക്ക് just a quick analysis. ഈ ഡേറ്റ വന്നിരിക്കുന്നത് it came just 2 days back. ഗാർട്ട്നർ എന്ന് പറയുന്ന ഒരു company, it does a lot of research into the trends that is happening in the industry. അവര് കൊണ്ടുവന്ന ഒരു ഡേറ്റ ആണ്, ഒരു അനാലിസിസ് ആണ്. 2019 ടെക്നോളജി ട്രെൻഡ്സ് ആണ് ഓൺ ദ റൈറ്റ് സൈഡ്. ഇതിൻ്റെ അകത്ത് മിനിഞ്ഞാന്ന് വന്ന ഡേറ്റയിൽ പറയുന്നത് ഇൻ 2021 നമുക്ക് ഏറ്റവും കൂടുതൽ people or the companies that are suffering is the talent scarcity. അല്ലെന്നുണ്ടെങ്കിൽ not able to get the right talents. ഇപ്പോൾ നമ്മുടെ ടോപ്പ് മുതലുള്ള കമ്പനീസ് നോക്കിയാൽ, ഇപ്പൊ നമ്മുടെ എ ലിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആപ്പിൾ, ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനികൾ, അവിടെ നിന്ന് തുടങ്ങി നമ്മുടെ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ വരെ നോക്കാമെങ്കിൽ we are finding a lot of talents being moving in and out, specifically during this COVID time. ഇവിടെ ഇപ്പോൾ ഓപ്പൺ അപ്പ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ഫ്രഷേഴ്സ് അല്ലെ ജസ്റ്റ് ഔട്ട് ഓഫ് കോളേജ്, ഏർലിയർ ഒരു 10 കൊല്ലം മുമ്പ് നോക്കാമെങ്കിൽ ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ ജോലി കിട്ടും. ആ ഒരു there was a chicken and egg situation. നിങ്ങൾക്ക് ജോലി കിട്ടിയാലേ എക്സ്പീരിയൻസ് ഉള്ളൂ, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ജോലി കിട്ടും. ആ ഒരു സൈലോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്ന് ഇൻഡസ്ട്രിയെ ഡ്രൈവ് ചെയ്യുന്നത് മുഴുവൻ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. All these technology that we are going to talk about in probably the next 30 minutes is going to be about those technologies that came out to be in existence, say probably not less than 5 years. ആ 5 കൊല്ലത്തിനിടയിലാണ് they have made out multi-billion or even $1 trillion worth industries. അപ്പോൾ എങ്ങനെയാണ് ഈ 5 കൊല്ലത്തിനിടയിലുള്ള ചേഞ്ചസ്, അല്ലെങ്കിൽ 2 കൊല്ലത്തിനിടയിൽ, what this particular slide talks about is 75% of IT automation സ്റ്റക്കായി നിൽക്കുന്നത് കറക്റ്റ് റിസോഴ്സിനെ കിട്ടാനായിട്ടാണ്. 64% of അഡോപ്ഷൻ, ലേറ്റസ്റ്റ് ടെക്നോളജി അഡോപ്ഷൻ ചെയ്യാൻ പറ്റാത്തത് നമുക്ക് റിസോഴ്സസ് ഇല്ലാഞ്ഞിട്ടാണ്. അത് 4% 2020. സോ ഇത്രയ്ക്ക് ഇൻഡസ്ട്രി ബൂമായി നിൽക്കുന്ന ഒരു ടൈം വേറെ ഇല്ല. ഇതിനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. പണ്ട് നമുക്ക് ഒന്നെങ്കിൽ ബാംഗ്ലൂർ പോയെങ്കിലേ ജോലി കിട്ടത്തുള്ളൂ, നല്ല ജോലി കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് വന്നെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇൻഫോ പാർക്കിൽ പോയെങ്കിലേ ഉള്ളൂ. ദാറ്റ് ലൊക്കേഷൻ ബാരിയറും കോവിഡ് വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ഗ്രേ ഔട്ടായി. സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് യു ഹാവ് ദ റൈറ്റ് ടാലന്റ്, ഇഫ് യു ഹാവ് ദ റൈറ്റ് ടെക്നോളജി, you will get enrolled to a company which is anywhere in the world. So ഈ ഒരു പോയിന്റും ഈ ഒരു അവൈലബിലിറ്റിയും ഡ്രൈവ് ചെയ്യുന്നത് ഏത് ടെക്നോളജിയാണ്. സോ ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹിയർ. ഇതൊരു ഇൻഡസ്ട്രി എങ്ങനെ മാറി മറിഞ്ഞു എന്നുള്ളതിന്റെ ഒരു സിമ്പിൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ഗ്രാഫ് വഴിയുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം, in 2004-2005 ഏരിയയിൽ എങ്ങനെയായിരുന്നു, ഏത് കമ്പനികളായിരുന്നു ഡോമിനേറ്റ് ചെയ്തത്, which company had the biggest money. If you can see how the change is happening, how Google is coming up in 2009 and how Microsoft is growing. Coca-Cola lead ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിസിനസ് അരീന ആയിരുന്നു. And what has happened is Apple dominated. Somewhere in 2010 that break even came, and since then it's Apple, Google, Microsoft,
Amazon that has been driving the industry worldwide. Oronindeyum growth. See how Facebook is coming up. And you know, justice history. അതായത് നമ്മളെല്ലാം കണ്ടിരുന്ന top listers, A-listers, Nokia story is very famous. So I just call out Nokia story. അതായത് അവര് ടച്ച് സ്ക്രീൻ വന്നപ്പോൾ അത് ചെയ്യില്ല, ഞങ്ങൾ കീപാഡ് വെച്ചുകൊണ്ടിരിക്കും, വി നോ വാട്ട് പീപ്പിൾ വോണ്ട് എന്ന് പറഞ്ഞിട്ട് അഡോപ്ഷൻ, അതായത് ചേഞ്ച് ചെയ്യാതെ അഡോപ്റ്റ് ചെയ്യാതെ ഇരിക്കുകയും ഒറ്റ കാരണം കൊണ്ട് ടച്ച് പാഡ് വെച്ച് അല്ലെങ്കിൽ ടച്ച് സ്ക്രീൻ വെച്ച് ക്ലിയർ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന സാംസങ്, ആപ്പിൾ പോലുള്ള കമ്പനികൾ, ദാറ്റ് ഇസ് എ കംപ്ലീറ്റ് ബൂം. സോ നമ്മൾ ടോപ്പിലാണ്, വി ആർ വേൾഡ് ലീഡേഴ്സ് എന്ന് പറയുന്നതിലല്ല, ബട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് അഡോപ്റ്റിംഗ് ആൻഡ് ചേഞ്ചിങ്. അഡോപ്ഷൻ, latest technology, that's going to take you to the next level. So I'd like to call out, it's not about knowing and then holding. So this is a learning from the Nokia story, that നമുക്ക് wisdom ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ it's not about say holding, എനിക്കെല്ലാം അറിയാം എന്നുള്ള കൺസെപ്റ്റ് അല്ല. True wisdom is about always learning. So Stephen Hawking, one of the biggest or the biggest minds that has been there around during our times. So നമ്മൾ ഇന്നത്തെ ഇൻഡസ്ട്രിയിലെ ഓൾമോസ്റ്റ് 50 to 60% ക്ലൗഡ് അല്ലെന്നുണ്ടെങ്കിൽ ദ ജോബ്സ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ക്ലൗഡ് ആൻഡ് ഡെവോപ്സ്. ഈ ഒരു സ്റ്റാക്ക് നിങ്ങൾക്ക് ഇതെല്ലാം ഇന്നത്തോടെ പറഞ്ഞു തന്ന് നിങ്ങളെല്ലാം പഠിക്കുന്നുള്ളതല്ല. യോർ ടേക്ക് അവേ ഓൺ ദി സ്ക്രീൻ ഈസ് നിങ്ങൾ എങ്ങനെ ഈ പറയുന്ന ക്ലൗഡ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക്, ഹൗ ക്യാൻ യു പുട്ട് യുവർ മാർക്ക്, ഹൗ ക്യാൻ യു പിക്കപ്പ് സംതിങ് ദാറ്റ് യു ക്യാൻ എക്സൽ ഇൻ എന്ന് പറയുന്ന ഒരു ഡെക്കിലേക്കുള്ള ഒരു വ്യൂ ആണിത്. സോ റൈറ്റ് നൗ ദ ഇൻഡസ്ട്രി ഹാസ് കംപ്ലീറ്റ്ലി മൂവ്ഡ് ഇൻ ടു ക്ലൗഡ്. ഒരു 6-7 കൊല്ലം മുമ്പ്, let's call it 2010, അപ്പം മുതൽ ഒരു ക്ലൗഡ് ജേർണി നമ്മൾ തുടങ്ങി. ആസ് ഇൻ we had a complete migration from an on-premise data center to adopt cloud, and public clouds has always been there. But what changed the game was AWS. AWS is a company. They made it really adoptable for anyone who want to do something on cloud. Even mumba rack space undarunnu, adupole thanne VMware undarunnu, anganella ottiri data centers, but the reachability for people was less. It was only corporates who were able to do something on the cloud. The game changer was AWS, who made the public cloud accessible for anyone and everyone. So there is this Tally story. Tally is software we use. Our software free at a level. Cash BCom continues at use. CA use. So they got a habit of using Tally. In India, the biggest and the most sought after accounting software is Tally. The same way, AWS Cloud, free developers, our servers, they were able to go ahead and deploy it on AWS, making AWS very fast the cloud of choice. So there were definitely Google Cloud, there were Azure, there were other Oracle Cloud, there was Red Hat Cloud, Linux used to be completely driving the open source. So the moment that you open up a particular technology to the mass consumption, power, that is what is driving the industry right now. Point is, application, if you need to go ahead and deploy, you need not invest a lot. You can get your investment or your application or your project tested in the world-class servers just by taking up a minute instance or even the best instance that is available. You only pay for what number of minutes or hours that you really need to use it. So adoption in the worldwide innovation is not anything that is now held only by the corporates. Innovation in the best
stories, Facebook and WhatsApp. വാട്സാപ്പ് പോലുള്ള 4-5 പേര് ചേർന്നിരുന്ന് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനം ചെയ്യുന്നു. Corporates are out there to go ahead and absorb. They are adopting people who can do new stuff. So on cloud, what we see is the public cloud. The drivers or the leaders are AWS, Azure, and GCP, which is Google Cloud Platform. In software, trend, there is a separate movement. Application, it was a monolith application. Application another example, Microsoft in the Office 365. Suite of application എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിച്ചാൽ ആ ഒരു മോഡൽ എത്തിയിരിക്കും. Which means we are not purchasing anything, we are only buying what we need. അത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയും. പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറയുന്നത് ഈ പബ്ലിക് ക്ലൗഡിൻ്റെ അകത്തുള്ള നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തുള്ളത് SQL സെർവർ ഞാൻ മേടിക്കില്ല. I only need to get an instance of SQL server or a database server and pay only for the time that I use it. And industry is moving towards something as anything as a service. അപ്പോൾ നമുക്ക് ഒരു കമ്പൈൻഡ് എക്കോസിസ്റ്റം ഉണ്ടെങ്കിൽ അതിനകത്ത് SaaS കാണും, PaaS കാണും, അതുപോലെ തന്നെ BaaS കാണും, ബാങ്കിങ് ആസ് എ സർവീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും, അല്ലെങ്കിൽ ലേണിംഗ് ആസ് എ സർവീസ് എന്ന് പറയുന്നത്. സോ എവറിത്തിങ് ഇസ് മൂവിങ് ഇൻ ടു ആസ് എ സർവീസ് മോഡ്. അപ്പം അവിടെയെല്ലാം നമ്മൾ ഈ കാണുന്ന ഒരു സ്റ്റാക്ക്, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണോ നമുക്ക് ആയിട്ട് ഒരു ഫുൾ ഫ്ലെജ്ഡ് ഡേറ്റാ സെന്ററോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടെസ്റ്റിംഗ് സെന്ററോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭീകരമായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെയോ ഒരു ടീമിന്റെയോ ആവശ്യമില്ല. ഇഫ് യു ആർ really good in understanding one or two of these tools, you are in a position to go ahead and create your own application and release it. കാരണം ഇന്ന് നമ്മൾ മൂവ് ചെയ്യുന്നത് ലോ കോഡ് എന്ന് പറയുന്ന പാറ്റേണിലാണ്. എന്തൊരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് പകരം യു ക്യാൻ യൂസ് യുവർ APIs. വേറെ ആരെങ്കിലും ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷന്റെ API യൂസ് ചെയ്യുക, അതായത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് അല്ലെങ്കിൽ ഓർക്കസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ലൈനിൽ പോകുമ്പോൾ യു ക്യാൻ കൺസ്യൂം APIs. സോ ദാറ്റ്സ് വാട്ട് ഈസ് ഡ്രൈവിംഗ് ദ മൈക്രോ സർവീസ് ആർക്കിടെക്ചർ. നമുക്ക് വേണ്ട ആ ചെറിയ ആപ്ലിക്കേഷൻ മാത്രം നമ്മൾ ബിൽഡ് ചെയ്താൽ മതി. Then you can start consuming APIs of other monolith application or other corporate application, and you can directly plug in your microservice into that major suite and then continue using. Another way of the industry approaching the industry is being a DevOps engineer, learning something that is very close to DevOps. അവിടെയാണ് ആ ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷിഫ്റ്റ് ലെഫ്റ്റിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇസ് നോട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ പൈപ്പ് ലൈൻ, നമ്മളത് മുന്നേ കൊണ്ടുവച്ചു. അപ്പോൾ ഒരു ചോദ്യം വരുന്നത് വാട്ട് ഈസ് എ പൈപ്പ് ലൈൻ? പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് what used to be a software development life cycle. Earlier, we used to go ahead and sit and write code. You do a build, you go ahead and ship it across to where it needs to be deployed. അത് അവിടെ ഡിപ്ലോയ് ചെയ്തതിന് ശേഷം അവരുടെ ഫീഡ്ബാക്ക് വെച്ചിട്ട് എന്തെങ്കിലും എററുണ്ടെ കറക്റ്റ് ചെയ്ത് പിന്നെയും തിരിച്ചു കൊടുക്കുക. ഇറ്റ് വാസ് കൈൻഡ് ഓഫ് എ ലൂപ്പ്. അവിടെ നിന്ന് മാറി നമ്മൾ ഈ പറയുന്ന ബേക്കിംഗ് ചെയ്ത് റൺ ചെയ്യുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതും എല്ലാം ഓട്ടോമേഷൻ ചെയ്യും. അതായത് ഒരാൾ കോഡ് എഴുതി കഴിഞ്ഞാൽ അത് ബിൽഡ് ചെയ്ത് അതിൻ്റെ അകത്ത് എറേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്ത് അത് CI/CD പൈപ്പ് ലൈനിൽ വെച്ച് അതിനാവശ്യമുള്ള ഹാർഡ്വെയർ, അതായത് ക്ലൗഡ് ഹാർഡ്വെയർ ഓട്ടോമാറ്റിക്കലി ഇത് റിലീസ് വരുന്നതനുസരിച്ച് തന്നെ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് അത് ഡിപ്ലോയ് ചെയ്ത് എൻഡ് യൂസറിലേക്ക് എത്തിക്കുക. ഇതെല്ലാം ഒരാൾക്ക് ഒറ്റയടിക്കൊന്നും ചെയ്യാനായിട്ട് നമ്മൾ DevOps പൈപ്പ്ലൈൻ ചെയ്തു. സോ ഈ ഒരു പർട്ടിക്കുലർ DevOps പൈപ്പ്ലൈൻ എന്ന് പറയുന്നത് ഇസ് റിയലി ഹോട്ട് ഇൻ ദ മാർക്കറ്റ് റൈറ്റ് നൗ. നിങ്ങൾക്ക് നല്ലൊരു സ്കിൽ സെറ്റ് ആണ് as a new entrant into the industry. If you learn any of these tools, ones that we have captured there are all trending tools in the industry right now. If you are a valuable asset. It's not your experience in these tools, your expertise rather. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു കൊല്ലത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ ഇതിൻ്റെ എക്സ്പേർട്ട് ആണ് എങ്കിൽ you definitely have your say and you will have a great future when it comes to say anything in this cloud space.
ഡെവോപ്സുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സാധനമാണ് CI/CD. ഞാൻ ഈ പറഞ്ഞ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള എൻഡ് ടു എൻഡ് പൈപ്പ് ലൈൻ അച്ചീവ് ചെയ്യാനാണ് നമ്മൾ CI/CD യൂസ് ചെയ്യുന്നത്. സോ ടെസ്റ്റിംഗ്, മോണിറ്ററിംഗ്, റിപ്പോർട്ടിംഗ്, ഇതെല്ലാം തന്നെ നമുക്ക് DevSecOps എന്ന് പറഞ്ഞ ഒരു 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 അപ്രോച്ച് ഉണ്ട്. വേർ വി ഷിഫ്റ്റ് ലെയർ, നമ്മൾ ലാസ്റ്റ് എല്ലാം തീർന്നു കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു ആംഗിളിൽ നിന്ന് മാറി we do the testing at the start and each stage of when the software development is happening. So അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ഉണ്ട്. SonarQube, Checkmark server രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. വൈറ്റ് സോഴ്സ് നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. OWASP എന്ന് പറയുന്ന ആ ഒരു സൈറ്റിൽ ഏതൊക്കെയാണ് പിന്നെ ഏറ്റവും ടോപ്പ് ലിസ്റ്റിലുള്ള വൾണറബിലിറ്റീസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എല്ലാം ഒരു റൈറ്റ് കോമ്പിനേഷനിലാണ് യു ഗെറ്റ് പ്ലേസ്ഡ് ആസ് എ ഡെവോപ്സ് എഞ്ചിനീയർ ഓർ എ ഡെവോപ്സ് പ്രാക്ടീഷണർ. അപ്പൊ ഈ ഒരു ആംഗിളിലാണ് ഇന്നത്തെ ക്ലൗഡ് സ്പെക്ട്രം പോകുന്നത്. ഇതിൻ്റെ അകത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് this is going to be going in millions of dollar worth jobs that are available. ഇനി എന്താണ് ക്ലൗഡിന്റെ ഫ്യൂച്ചർ? ഈ ഒരു കാര്യമില്ല. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ജോയിൻ കോളേജ്, അങ്ങനെ ഒരു ഞാനൊരു കാര്യം കണ്ടത്, നിങ്ങൾക്ക് നല്ല രീതിയിൽ ടൂൾ അറിയാവുന്നവരാണ്, യു നോ യുവർ പ്രോസസ് ഇസ് വെൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ നിങ്ങൾ ഏത് ഡിഗ്രിയാണ് എടുത്തതെന്ന് പോലും ചോദിക്കുന്നില്ല. കാരണം ഇഫ് യു ആർ ദ എക്സ്പെർട്ട്, ഐ ക്യാൻ സൈറ്റ് ക്വിക്ക് എക്സാമ്പിൾ. ഞാൻ ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോഴത്തേക്ക് പുള്ളി ചോദിച്ച എമൗണ്ട് എന്ന് പറയുന്നത് സംഭവം 60+ lakhs only 4 year എക്സ്പീരിയൻസ്. പക്ഷേ ക്യൂബർനെറ്റ്സ് എന്ന് പറഞ്ഞ നമ്മുടെ കണ്ടെയ്നർ സിസ്റ്റത്തിൽ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യുന്നതിൽ he was having thousands of contribution and he was an expert in the community. So പുള്ളി തിരിച്ചു ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് ആണോ വേണ്ടത് അതോ എൻ്റെ എക്സ്പെർട്ടീസ് ആണോ വേണ്ടത്? അപ്പൊ ഈ എക്സ്പെർട്ടീസ് നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് വേറൊന്നും ചെയ്യാൻ, നമുക്ക് ആരും നമ്മളെ എവിടെയും ഒരു കമ്പനിയിൽ എടുക്കുന്നില്ല. യു ക്യാൻ ഓൾ ബി പാർട്ട് ഓഫ് all these latest technologies communities. You do it yourself. You go ahead and give the right response in the industry, and the community will rate you, and your rating goes up. So that itself is one way to go ahead and put your mark in the industry. Our ഫ്യൂച്ചറിനകത്ത് നമ്മൾ ഡെവോപ്സിന്റെ ആ ഒരു എൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേർ വി ആർ ഹെഡഡ് എന്ന് പറയുന്നത്, വി ആർ ലുക്കിംഗ് ഇൻ ടു SRE, സൈറ്റ് റിലയബിലിറ്റി എഞ്ചിനീയറിംഗ്, വേർ എൻഡ് ടു എൻഡ് പ്രോഡക്റ്റ് ക്രേഡിൽ ടു ഗ്രേവ് എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റ് തുടങ്ങണം എന്നുള്ളത് അത് സപ്പോർട്ട് ചെയ്ത് അതിന്റെ എൻഡ് വരെ ഒരു പ്രോഡക്റ്റ് ടീമായിരിക്കും നോക്കുന്നത്. ഇന്ന് നമുക്കുള്ളത് പല ടീമാണ്: ഡെവലപ്പിംഗ് ടീം, മാർക്കറ്റിംഗ് ടീം, സെയിൽസ് ടീം, ടെസ്റ്റിംഗ് ടീം, കസ്റ്റമർ സപ്പോർട്ട് ടീം, അങ്ങനെ ഇഷ്ടം പോലെ പല ടീമുകളാണ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രൊഡക്റ്റിന്റെ ആ ഒരു ലെവൽ മാറിയിട്ട് എല്ലാം ഒന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു കൺവേർജൻസ് ആണ് നടക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു ക്ലൗഡിന്റെ കാര്യമാണ്, ഒരു പബ്ലിക് ക്ലൗഡ്. ആ പബ്ലിക് ക്ലൗഡിൽ നിന്ന് മാറി നമ്മൾ ടോക്കിംഗ് അബൌട്ട് മൾട്ടി ക്ലൗഡ്. ഏത് ക്ലൗഡിലാണോ ഏത് സർവീസ് നന്നായിട്ട് പോകുന്നത്, സോ വി ജസ്റ്റ് ടേക്ക് ദാറ്റ് ക്ലൗഡ്. ദർ ഇസ് നോ ടൈം, ദർ ഇസ് നോ ലോക്കിൻ ഇൻ ടു വിച്ച് ക്ലൗഡ് എന്നത്. ഒരു ക്ലൗഡ് ഓഫ് പ്രിഫറൻസ് ഇല്ല. നിങ്ങളുടെ ജോലി ചെയ്യാൻ ഏറ്റവും നല്ലത് ഏതാണ്, ആ ക്ലൗഡാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ നെക്സ്റ്റ് ലെവൽ ഓൾറെഡി ഇംപ്ലിമെന്റേഷനിലാണ്, വിച്ച് ഇസ് ഓംനി ക്ലൗഡ്. അതായത് നമ്മൾ അറിയുന്നില്ല ഏത് ക്ലൗഡിലാണ് നമ്മുടെ സാധനം പോകുന്നത്. നമ്മളിപ്പം ഡേറ്റാബേസ് സെർവർ ആണെങ്കിൽ ദാറ്റ് ഓംനി ക്ലൗഡ്, ദാറ്റ് പ്ലാറ്റ്ഫോം വിൽ ഡിസൈഡ് വേർ your database need to go and how it can be geo-replicated so that you will get the best performance. So as a programmer, there are a lot of options that you can always get by learning all these stuff. And ഇതിന്റെ ഫ്യൂച്ചർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നാളെ AI ഇതെല്ലാം ഏൽപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജോലി ആ ഒരു ആംഗിൾ അല്ല, നമുക്ക് ഇതിനെല്ലാം നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാം. ഇപ്പം ഇപ്പോഴത്തെ ഡെവോപ്സിന്റെ നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് എക്സ്ട്രീം ഓട്ടോമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സാധനവും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ യു ഗോ ഹെഡ് ഓട്ടോമേറ്റഡ്. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. സോ ഇത് ക്ലൗഡിനെ കുറിച്ചാണ്. Now the next thing that is up and very much in trend right now is IoT. IoT is Internet of Things. ഇതിനെ ഇപ്പോൾ ഒന്ന് മെച്ചുവർ ആയ ലെവലിൽ നമ്മൾ കാണുകയാണെങ്കിൽ earlier we used to push big data, Hadoop and all. We used to take the entire data onto the cloud. ഇപ്പോൾ ആ ഒരു അപ്രോച്ച് മാറിയിട്ട്
we have got in a fog layer in between that edge layer sensors and cherry applications or even Raspberry Pis അല്ലെങ്കിൽ microboards in between. It is going to be a complete arbiter layer wherein we are going to have Raspberry Pi based say nodes where it will only collate data and send the right data or meaningful data back onto the cloud. ഇങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷൻ IoT ഡിവൈസസിൽ നമുക്ക് IoT ബേസ് ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് നമുക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എഡ്ജ് ലെയറിൽ വർക്ക് ചെയ്യാൻ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, നെറ്റ്വർക്കിംഗ്, അതിന് ഭീകരമായ സ്കോപ്പാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാമിംഗ്, അല്ലെന്നുണ്ടെങ്കിൽ ട്രാഫിക് കൺട്രോൾ, അല്ലെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഫീൽഡ് കൺട്രോൾ, ഒത്തിരി കാര്യങ്ങളുള്ള ആൾക്കാർ, സെൽഫ് ഡ്രൈവിംഗ് കാർസ് വരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഇൻഡസ്ട്രിയിൽ നടക്കുന്നു. സോ IoT ബേസ്ഡ് ആയിട്ടുള്ള സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസിൻ്റെ ഒരു പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ യു ആർ ആസ് ഗുഡ് ആസ് മീ. ഞാൻ IoT ബേസ്ഡ് ആയിട്ട് 2 പ്രോജക്റ്റ് ചെയ്തു. ഐ ഗോട്ട് 20 years of experience. നിങ്ങളും 2 പ്രോജക്റ്റ് ചെയ്തു വരികയാണ്. നമ്മൾ രണ്ടുപേരും ഒരു ഇന്റർവ്യൂവിന് പോയിരിക്കുകയാണെങ്കിൽ യു ആൻഡ് മീ ആർ സെയിം ബിക്കോസ് ഓഫ് അവർ 2 project come. ഇതെല്ലാം ലേറ്റസ്റ്റ് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ you will have equal value in the industry provided you know your stuff really well. ഈ ഒരു ആംഗിളിലാണ് നമുക്ക് കേരളത്തിലെ പൊതുവെ ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നു, കേരളത്തിലെ കുട്ടികൾക്ക് until they get into the industry they don't show that spark, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ അത്രയും ഒരു നോളജ് ഉണ്ട് എന്ന് പറയാൻ അവർക്കൊരു മടിയുണ്ട്. ഈ നോളജ് നിങ്ങൾ നേരത്തെ അക്വയർ ചെയ്യുന്നത് കറക്റ്റായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ റിയൽ അനാലിസിസ്. നമ്മൾ മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കേരളത്തിലുള്ള റിസോഴ്സസിന് പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ശരിക്കും ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം പഠിക്കുന്നവരാണ്. കാരണം ഇന്ന് നമ്മൾ ഇൻഡസ്ട്രിയിൽ നോക്കിയാൽ there are a lot of people who are out there from Kerala who has made it really big. അപ്പോൾ ഇപ്പം ഞാൻ ക്വസ്റ്റ്യൻ ഫ്ലാഷ് ചെയ്യുന്നതുകൊണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് എന്താണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഉള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പം നിങ്ങൾ മെക്കട്രോണിക്സ് എന്ന് പറയുന്ന ആ ഒരു ഇതെടുക്കുകയാണെങ്കിൽ റോബോട്ടിക്സിൻ്റെ അകത്തും IoT ബേസ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഇപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് കാർസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ കാർസ് കംപ്ലീറ്റ്ലി പെട്രോൾ ബേസ് ചെയ്തിട്ടുള്ള പെട്രോളിയം ബേസ് ചെയ്തിട്ടുള്ള കാർസിന് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസ് കംപ്ലീറ്റ്ലി മൈഗ്രേറ്റിംഗ് ഇൻ ടു ഇലക്ട്രിക്കൽ. അപ്പൊ ഇതിനകത്തൊക്കെ വരുന്ന ചേഞ്ചസ് നിങ്ങൾ ഇന്ന് ഏതെങ്കിലും ഒരു ചെറിയ പ്രൊജക്ട് ചെയ്താൽ മതി, ഡ്രോൺസ് വെച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്. സോ ഈ IT എന്ന് പറയുന്ന ഫീൽഡ് ശരിക്കും പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്നുള്ളതിൽ നിന്ന് ഇപ്പൊ ഡൈവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. IT എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എനേബിളറാണ്. IT ഈസ് നോട്ട് ഇപ്പം പണ്ട് നമുക്കൊരു ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ക്യാഷ് മേടിക്കായിരുന്നു. ഇപ്പൊ നമുക്ക് ഒരു ERP സിസ്റ്റം ചെയ്തിട്ട് കാശ് മേടിക്കായിരുന്നു. ഇന്ന് IT സോഫ്റ്റ്വെയർ ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രിയും ഇല്ല. ഇപ്പം IT എന്ന് പറയുന്നത് ഈസ് എൻ എനേബിളർ. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഒരു മെക്കാനിക്കൽ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ യു യൂസ് IT ആസ് എൻ എനേബിളർ ടു ഡു ന്യൂ തിങ്സ് ഇൻ ദ മെക്കാനിക്കൽ ഫീൽഡ്. ദിസ് ഈസ് ഹൗ യു ലുക്ക് അറ്റ് IT ആസ് എൻ എനേബിളർ. നിങ്ങളുടെ ഫീൽഡിൽ എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് ടെക്നോളജി യൂസ് ചെയ്യാം, അങ്ങനെയാണ് മൈൻഡ് സെറ്റ് മാറ്റേണ്ടത്. ഇവിടെ ഈ സ്ക്രീനിൽ ഇപ്പൊ നമ്മൾ കാണുന്നത് the way that $1 billion market that AI and analytics has opened up. AI is nothing but a state of mind. AI എന്ന് പറയുന്നതിന് 2 edge ഉണ്ട്. It will be easy for you to go ahead and make your stuff easier, and it can, if not handled properly, AI can be a problem as well. ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത് results model show. Latest technology in cars. In car show. Car from Volvo. Volvo presented their recruiting car. Car is speaking to its recruiter. The car is recruiting the engineer. അതായത്
ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് മുഴുവൻ ചോദിക്കുന്നത് പോസിബിൾ റിക്രൂട്ടിംഗ് നടക്കുന്നത് ആ കാർ ചോദിക്കുന്ന ചോദ്യം ഈ എഞ്ചിനീയർക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റിയെങ്കിൽ മാത്രമാണ് ഹീസ് ഗെറ്റിംഗ് സെലക്ടഡ്. ദ കാർ ഡിസൈഡ്സ് ഹൂ നീഡ്സ് ടു വർക്ക്. എൻഡ് ടു എൻഡ് ഇന്റർവ്യൂ നടത്തുന്നത് കാറാണ്. ഇതിനകത്ത് വോൾവോ മുമ്പോട്ട് വെച്ച ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ അൺബയാസ്ഡ് ആയിട്ട് ഒരു കാറ് തന്നെ ആ കാറിന് വേണ്ട ടെക്നീഷ്യനെ റിക്രൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ദിസ് ഈസ് വേർ വി ആർ റൈറ്റ്. AI ഡ്രിവൺ ആയിട്ടുള്ള കാർസ് ഉണ്ടെങ്കിൽ the car decides who need to work in that car. So this is what AI has achieved. This is nothing but the reach of technology. So I hope that answers the question related to mechanical engineers. So there is no stopping. There is no. So that's in a nutshell of how technology has changed, was transformed. ഇത് ഓപ്പൺ അപ്പ് ആയിരിക്കുന്ന വളരെ നീഷ് ആയിട്ടുള്ള സ്കിൽ സെറ്റ് നിങ്ങൾ അനാലിറ്റിക്സ് പഠിക്കുകയാണെങ്കിൽ, സോ ഇഫ് യു ലേൺ the usage of this particular field is not just for anyone. This is for people who are passionate about data, people who can understand data, transform data. But ഇവിടെ നമുക്ക് കിട്ടുന്ന the biggest leap, the next leap എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 4 എന്ന് പറയുന്നത്, ഇറ്റ്സ് ഗോയിങ് ടു ബി AI ഡ്രിവൺ. നമ്മുടെ ആ എവല്യൂഷൻ നോക്കിയാൽ തന്നെ അറിയാം. പണ്ട് നമുക്കുണ്ടായിരുന്ന ആ ഒരു തോട്ടല്ല, നമ്മൾ സയൻസ് ഫിക്ഷനിൽ കണ്ടിരുന്ന കാര്യമാണ് ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ AI യൂസേജിൽ നമുക്ക് കണ്ടുവരുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിൾ, നമ്മൾ ഏതൊരു ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിലും ഇന്ന് ഫേസ് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഫേസ് റെക്കഗ്നിഷൻ നമ്മളോട് ചോദിക്കുന്നത്. എന്തൊരു ഫേസ്ബുക്കിൽ നമ്മൾ ആളുകളെ ടാഗ് ചെയ്യുന്നത്, the way that Facebook asked us that are you in this photo, it seems like your photo. ഇത്രയധികം ഡേറ്റ അനലൈസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഡേ ടു ഡേ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ the reach of AI is that it's going to be end-to-end communication, wherein what we are talking about is AI or AI-driven system taking control of all the stuff that we are doing on a day-to-day basis. ആദ്യമൊക്കെ നമ്മൾ ഡേറ്റ ക്യാപ്ചറിങ് ഡിവൈസസിലെ അനാലിറ്റിക്സിന് മാത്രം ഡേറ്റ യൂസ് ചെയ്തിരുന്നു. അതിൽ നിന്ന് ബിസിനസ് ഇന്റലിജൻസിലേക്ക് എത്തി. ഒരു റിപ്പോർട്ട് കിട്ടിയാൽ എങ്ങനെയാണ് അതിൽ നിന്ന് ഡേറ്റ വായിച്ചൊരു ഇൻഫറൻസിലേക്ക് എത്തുക, അതിൽ നിന്ന് നമുക്ക് data visualization dashboards കൊണ്ടുവരും. But the moment that you put the way that human brain analyzes these data and come to inferences and then insights. The insights in the way how you interpret data and transform that into an actionable item, which is your next move. ആ ഇൻസൈറ്റ് ഇതിൽ നിന്ന് ഇങ്ങനെ ചെയ്താൽ നമുക്കൊരു മാറ്റം കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഒരു പുതിയ കാര്യം കണ്ടെത്താം. അങ്ങനെയുള്ള ആ ഇൻസൈറ്റ്ഫുൾ ഡേറ്റ അല്ലെങ്കിൽ മീനിങ് ഡേറ്റ കൊണ്ടുവരാൻ ഇന്ന് AI വളരെയധികം യൂസ് ചെയ്യുന്നു. സോ എവിടെയാണ് അതൊക്കെ യൂസ് ചെയ്യുന്നത്? ഇതാണ് ആ പറയുന്ന സ്റ്റാക്ക്. ഇറ്റ്സ് ഓൾ യുവർ ഡേറ്റ. We thought, why is Google giving us all those space of 30 GB when they opened up Google Drive? Now you see that you don't have even more than 1 GB left in your Google Drive. Why? Because all your phones, all your Google devices is feeding data back to Google. ഈ ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് അവരവരുടെ ആൽഗോരിതംസിനെ ശരിക്കും ഫൈൻ ട്യൂൺ ചെയ്യുന്നത്. The way that industry is using, നേരത്തെ വിനോദ് സാർ പറഞ്ഞു, the world is data driven. Definitely. The world is data. You and me are data. നമ്മൾ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മെയിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വേർഡ് ഡോക്യുമെന്റോ പോലും they predict what you're going to type next. ഇന്ന് ആ ഒരു ഈറായിലാണ് നമ്മൾ താമസിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത്. സോ what you need to understand is the available options. നമുക്ക് നമ്മൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ മെഷീൻ ലേണിംഗ്, ML, DL, ഡീപ് ലേണിംഗ്,
ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് ടേക്ക് എൻ എക്സാമ്പിൾ, ഇഫ് യു ആർ എ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ് ആൻഡ് ഫ്രം ദ ഫസ്റ്റ് ഇയർ യു ആർ ഡൂയിങ് in each semester you're doing one project, അല്ലെങ്കിൽ അത്രയും പോലും വേണം, in 1 year you're doing one project. If you're in a degree stream അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ സ്ട്രീമിലാണെന്ന് വിചാരിക്കുക, in 1 year you're doing one project in any of these stack that we have listed here. ഒന്ന് ആലോചിച്ച് നോക്കിയേ, the moment that you complete 3 years you have 3 definitive cutting edge projects. അപ്പോൾ ഇങ്ങനെയുള്ള ഔട്ട്ലുക്ക് എങ്ങനെ എവിടെ എന്ത് യൂസ് ചെയ്യണം ഇന്ന് നമ്മൾ നോക്കിയാൽ പൈത്തൺ, മൈക്രോ പൈത്തൺ, ആർ, ലിസ്റ്റ് എന്ന് പറയുന്ന ലാംഗ്വേജസ് ഇത് നിങ്ങളുടെ കോഴ്സിൽ കാണും അല്ലെങ്കിൽ നിങ്ങൾ കേട്ട് കാണും. അത് പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു യൂസ് കേസും കൂടെ കൊണ്ടുവന്നു. ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കാം, നിങ്ങൾക്ക് ഫ്രീ ഡേറ്റാ സെറ്റ്സ് ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഡേറ്റാ സെറ്റ്സ് കിട്ടും. നിങ്ങൾക്കൊരു മോഡൽ റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഔട്ട്കം കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഓപ്പൺ അപ്പ് യുവർ മൈൻഡ് സെറ്റ്. അത് നിങ്ങൾ അടുത്ത ഫർദർ ലേണിംഗിലേക്ക്. അപ്പോൾ ഈ പറയുന്ന സ്റ്റാക്കുകളോ അല്ലെങ്കിൽ കീബോർഡ്സോ ഒക്കെ എടുത്തു കൊടുക്കുക. എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോ ഇതിലും ഓരോ പ്രൊജക്ട് ചെയ്യാനുള്ള നിങ്ങളെ ആ ഒരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് അത് കൊണ്ടുവരിക. എല്ലാം ഒരു ഇന്നോവേറ്റീവ് മൈൻഡ് സെറ്റിലൂടെ കാണും. പുതിയ ടെക്നോളജീസ് നിങ്ങൾക്ക് ഇതെല്ലാം പഠിക്കണമെന്നല്ല നമ്മൾ പറയും. നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് കണ്ടിട്ട് അതിനെ എങ്ങനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് ഒരു കോഴ്സ് കഴിയുമ്പം നിങ്ങളിൽ 1 അല്ലെങ്കിൽ 2 ടൂൾസ് വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന രീതിയിൽ ഓരോ പ്രോജക്റ്റ് ചെയ്യുക. സോ ഈ പറയുന്ന AI ഓൺ ദ സ്ക്രീൻ ദാറ്റ് യു ഹാവ് ദിസ് ഫീച്ചർ ഓഫ് AI ആൻഡ് ലെറ്റ്സ് ലീവ് ദ ഡോളർ വാല്യൂസ് ഔട്ട്. ഭീകരമായിട്ടുള്ള വാല്യൂസ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബട്ട് ലെറ്റ്സ് നോട്ട് ലുക്ക് ഇൻ ടു ദാറ്റ് ഈവൻ, ബട്ട് ലുക്ക് അറ്റ് വാട്ട് ഈസ് ഗോയിങ് ടു ഡ്രൈവ് ഇറ്റ്. എന്തിനാണ് അവർ ഇത്രയധികം പൈസ അല്ലെങ്കിൽ ഡോളേഴ്സ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ടെക്സ്റ്റ് ക്വയറി ഇമേജസ് അല്ലാന്നുണ്ടെങ്കിൽ കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓൺ സോഷ്യൽ മീഡിയ. അപ്പം ഇതിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കര വാല്യൂ ഉള്ള വർക്കുകളായിട്ട് ഫ്യൂച്ചർ ഓഫ് AI. ദിസ് ഇസ് എ ഡേറ്റ ദാറ്റ് കെയിം ഇൻ 2019-2020. അപ്പം ഈ പറയുന്ന 16 to 25 ഇത്രയധികം ഇൻവെസ്റ്റ്മെന്റ് വരും. നമ്മൾ ചെറിയ പ്രോജക്റ്റ് നമുക്ക് പേഷ്യൻ്റ് ഡേറ്റ എടുത്തു വെച്ച് പ്രോസസ്സ് ചെയ്യുന്നതിൽ ഒരാളുടെ ടെമ്പറേച്ചർ വേരിയേഷൻ്റെ ഒരു ഡേറ്റ സെറ്റ് കിട്ടി, അതിൻ്റെ അകത്ത് നിങ്ങളൊരു അൽഗോരിതം ഉപയോഗിച്ചു, എന്നിട്ടൊരു പ്രഡിക്ഷൻ അവിടെ കൊണ്ടുവരിക. സോ ദാറ്റ് ബിക്കംസ് യുവർ പ്രോജക്റ്റ് ആൻഡ് ദാറ്റ് വിച്ച് ഇസ് ഇൻഡസ്ട്രി റിലവൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതും ഞാൻ വെറുതെ ML പഠിച്ചു എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം. ദാറ്റ് ഈസ് വാട്ട് യു നീഡ് ടു wake up to. You should start doing stuff in this line of be it cloud, DevOps, AI, ML, DL. അങ്ങനെയുള്ളത് പ്രൊജക്ട്സ് ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരിക. ഇറ്റ്സ് ഓൾ അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഏത് ഫീൽഡിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം. ഇവിടെ എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യം, നമ്മളെല്ലാവരും ordinary people, but we can choose to be extraordinary. Elon Musk, and he's one man who has proved it by launching his own rockets and then bringing it back to Earth and then sending it. There was a completely rocket science. This was one man who sat down and then said, എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഒരു സയന്റിസ്റ്റിനെ കിട്ടുന്നില്ലെങ്കിൽ അത് ഞാൻ തന്നെ പഠിച്ചങ്ങ് ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഇലോൺ മസ്ക് പുള്ളി അച്ചീവ് ചെയ്ത ഫീറ്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് വേണ്ട ഒരു ഫീൽഡാണ് ആസ്ട്രോനോട്സ്. ഇന്ന് കഴിഞ്ഞ ദിവസം സ്പേസിൽ പോയത് സെറ്റ് ഓഫ് 6 people കംപ്ലീറ്റ്ലി നോവെയർ കണക്റ്റഡ് ടു ബീയിങ് ആൻ ആസ്ട്രോനോട്ട്. സോ അങ്ങനെയുള്ള ഫീൽഡ്സ് അച്ചീവ് ചെയ്യുന്ന വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. So it's all about your mindset. This is related to a story, how AI makes a decision. AI the flip side and the moral side of AI കുറിച്ചിട്ട് നമ്മൾ ടച്ച് ബേസ് ചെയ്യുന്നത്. സ്റ്റോറി സിംപിൾ. ഒരു വലിയ ഒരു ലാൻഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു ചെറിയ കുറ്റുണ്ടെങ്കിൽ, അതായത് ചെറിയ ഉറുമ്പുകളുടെ ഒരു കുറ്റുണ്ടെങ്കിൽ നമ്മൾ തട്ടിക്കാണുമ്പോൾ ഒരു വലിയ വീട് വെക്കും. അതേസമയം ഇതേ പ്രശ്നം, അതായത് ഒരു AI വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ ഒരു ബിൽഡിംഗ് പണിയണം, അവിടെ ചെറിയൊരാളുടെ വീടുണ്ട്. AI ആണെങ്കിൽ അല്ലെ റോബോട്ട്സ് ആണെങ്കിൽ ആ ഒരു ഉറുമ്പിനെ കൊന്നു കളയുന്ന ലാഘവത്തോടു കൂടി ഒരു മനുഷ്യനെ കൊന്നു മാറ്റിയിട്ട്
will it do that bigger thing of creating a huge water industry or whatever it is? So, rational എന്ന് AI വരുന്നു അപ്പോഴേ ഉള്ളൂ അത് ഒരു മോറൽ യൂസേജിന്റെ കാര്യത്തിൽ വരുന്നുള്ളൂ. സോ ഈവൻ ദാറ്റ് ഇസ് ബീങ് അഡ്രസ്ഡ്. ഇവിടെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. നമ്മൾ എൻക്രിപ്ഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? എൻക്രിപ്ഷൻ എന്ന് പറയുന്നതിൽ സമയം കുറവാണ്, ഞാൻ ആൻസറിന് വെയിറ്റ് ചെയ്യുന്നില്ല. എൻക്രിപ്ഷൻ എന്ന് നമ്മൾ പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് say coding your data in such a way that it can not be easily deciphered or decoded by someone, and that is the base of the next thing, which is DLT and blockchain. So DLT എന്ന് പറയുന്നത് ഇന്നത്തെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള one of the technologies that has taken the industry by storm. DLT is distributed ledger technology, and then blockchain നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കാവുന്നത് ബിറ്റ്കോയിൻ ബ്ലോക്ക് ആണ്. അപ്പം ക്രിപ്റ്റോ കറൻസി ഇതിൻ്റെ അകത്ത് ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു. സോ ഈ പറയുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത് എങ്ങനെ ഒരു കോയിൻ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ അസറ്റ് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും വിത്തൗട്ട് ബീങ് replicated or without solving some problems like the Byzantine generals problem. അപ്പം ഇങ്ങനെയൊക്കെ കുറെ കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ബട്ട് ലക്കിലി ടെക്നോളജി ഹാസ് സോ advanced, is so advanced right now that we are able to resolve all those problems. നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ പബ്ലിഷ്ഡ് ആയിട്ടുള്ള പേപ്പർ ഉണ്ട്. നമുക്ക് ഇങ്ങനെ DLT എന്ന് പറയുന്ന സിസ്റ്റം നമുക്ക് ഒരിക്കലും കൊണ്ടുവരാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ പേപ്പറിനെയാണ് ഇത് ചെയ്തത് ആരാണെന്ന് പോലും ഇപ്പോഴും ലോകത്തിന് അറിയത്തില്ല. അദ്ദേഹം അല്ലെങ്കിൽ അത് ചെയ്ത ആ ഗ്രൂപ്പ് അതിൽ സത്തോഷി നക്കോമോട്ടോ എന്ന് പറഞ്ഞ പേരിൽ ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിൻ ഉണ്ടാക്കി. ആൻഡ് ദെൻ ദാറ്റ് ടീം itself is or that person itself is being anonymous. അന്ന് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ആ ബിറ്റ്കോയിന്റെ ഇന്നത്തെ വില അറ്റ് ടോപ്പ് വാല്യൂസ് ഒരു ബിറ്റ്കോയിന് 37 ലക്ഷം രൂപ വരെ അല്ല അതിന് മുകളിലോട്ട് തന്നെ പോയിട്ടുള്ള കേസസ് ഉണ്ട്. സോ ദ തിങ് ഇസ് ഈ DLT അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഫ്രെയിംവർക്സ് ഉണ്ട്. എത്തീരിയം ബ്ലോക്ക് ചെയിനിൽ നമുക്ക് ബിറ്റ്കോയിനോ ക്രിപ്റ്റോ കറൻസീസ് മാത്രമല്ല വേറെ ഒത്തിരി യൂസസ് എക്സ്ട്രാപൊലേറ്റഡ് യൂസസ് ഉണ്ട്. ഡിജിറ്റൽ ബുക്ക് കീപ്പിംഗ്, ട്രാക്കിംഗ്, അതുപോലെ തന്നെ ഡിജിറ്റൽ വാലറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള യൂസേജ്, ഇതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് അതിൽ സ്മാർട്ട് കോൺട്രാക്ട്സ് എഴുതാനുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ലൈക്ക് സോളിഡിറ്റി അങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെയൊക്കെ ഫ്രെയിംവർക്സ് ഉണ്ട്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ ദ കൈൻഡ് ഓഫ് റീച്ച് ദാറ്റ് യു ഗെറ്റ് ഇൻ ടു ദ ഇൻഡസ്ട്രി ഈസ് ഹ്യൂജ്. കാരണം ഇത് ഇന്ന് എൻ്റെ ഗ്രൂപ്പിലുള്ളത് അല്ലെങ്കിൽ എൻ്റെ ഏജ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഗ്രൂപ്പിലോ എക്സ്പീരിയൻസ് ബാൻഡിറ്റിലുള്ള ആൾക്കാർ വളരെ കുറവാണ്. സോ ഈ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് വലിയ സംഭവമല്ല. ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ ദെയർ. പിയർ ടു പിയർ നെറ്റ്വർക്കിംഗ് ആണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഇതിൻ്റെ അകത്ത് ഇമ്മ്യൂട്ടബിലിറ്റി ആണ് ശരിക്കും പറഞ്ഞാൽ അതിന് ഇത്രയധികം ഒരു പ്രോമിനൻസിലേക്ക് കൊണ്ടുവരുന്നത്. So these are something that you can read about, learn, reach out to us for any other inputs that you would require. Another leap, the next leap in the this is something that's going to redefine even the reality as we see it today. Quantum approach, quantum mechanics or quantum physics in the quantum computing like number. So this is something that will open up millions or it's going, the moment that is going to be as public as what we use cloud right now, adil undagan pona opportunity is huge. Idu padikkiya superposition moonu basic technology adu moonu basic postulates in the model nammal quantum computing define cheyyunnathu superposition, interference, entanglement. So ഒരൊറ്റ കാര്യം കോൾ ഔട്ട് ചെയ്യാം. ദ തിങ് ഇസ് നമ്മുടെ ഇപ്പം അടുത്ത് ദ എൻറ്റയർ ലോ ഓഫ് ഫിസിക്സ് ദർ ഇസ് സംതിങ് നോൺ ആസ് ടൈം ക്രിസ്റ്റൽ. നമ്മൾ എപ്പോഴും പറയും എനർജി ഈസ് നോട്ട് ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്. ഇറ്റ് ഓൺലി മൂവ്സ് ഫ്രം can change, it can only be changed from one position to another, higher position to a lower position.
and energy keeps on moving from higher position to lower position, and in this process it emits energy. ഈ ഒരു കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഒരു സംഭവമുണ്ട്. ടൈം ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഒരു ഒരു അതൊരു സപ്പോസിഷൻ ആയിരുന്നു. അതുവരെ ഇന്ന് നമ്മൾ ഗൂഗിളിന്റെ കോണ്ടന്റ് കമ്പ്യൂട്ടർ വെച്ച് ചെയ്യാൻ പറ്റും. സോ ഈ പറയുന്ന ഇതെല്ലാം മൈൻഡിന്റെ പുറകിൽ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മൾ ഇന്ന് കണ്ട കോവിഡ് സിറ്റുവേഷനിൽ നമ്മൾ കണ്ട ചില കാര്യങ്ങൾ, നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ കോവിഡ് വന്നപ്പം ദ എൻറ്റയർ ഇൻഡസ്ട്രി വാസ് ഷേക്കൺ ബാക്ക് ഇൻ ടു ദ റിയാലിറ്റി. അതായത് ഓൺലൈൻ ഷോപ്പിംഗ്, നമ്മളെല്ലാം വീടുകളിൽ സാധനങ്ങൾ വന്നു തുടങ്ങി നമ്മൾ ഡെലിവറി വെച്ചിട്ടാണ്. റോബോട്ടിക്സ് ആൻഡ് ഡ്രോൺസ്, അത് വീണ്ടും ദേ കേം ഇൻ ടു പിക്ചർ. ഡിജിറ്റൽ ആൻഡ് കോൺടാക്ട്ലെസ് പേയ്മെന്റ്സ്, നമ്മളെല്ലാവരും UPI പേയ്മെന്റ്സ് ആണ്, അല്ലെങ്കിൽ ഗൂഗിൾ പേ ആണ്, അല്ലെങ്കിൽ Paytm ആണ് യൂസ് ചെയ്യുന്നത്. ടെക്നോളജി പഠിക്കുന്നതുകൊണ്ട് ഒരു കാലത്ത് നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആകുന്നില്ല. ഇതെല്ലാം ഈ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന മുഴുവൻ നമ്മൾ വിചാരിച്ചു ഔട്ട്ഡേറ്റഡ് ആവുകയാണെന്ന് വിചാരിച്ചപ്പോഴാണ് കം കോവിഡ് പോസ്റ്റ് 2020 ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നടന്നിരിക്കുന്ന മുഴുവൻ ഈ പറയുന്ന 5-6 ടെക്നോളജിയിലാണ്. ഓൾദോ ഡെഫിനറ്റ്ലി ദോസ് things that you mentioned are on the growth. ഇത് ഔട്ട്ഡേറ്റഡ് ആയെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഇതിലേക്ക് വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് വന്നു. സോ എനി ടെക്നോളജി ദാറ്റ് യു ഡു, when you do it with passion, when you do it with that mindset of growth or the mindset of innovation, it's not about getting a job and making some money. So it's all about the lifespan of a technology right now. ഇപ്പം ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു 6 മാസം ടെക്നോളജി പഠിച്ചാൽ 6 മാസം, അതിന് മുകളിൽ അങ്ങനെ ലൈഫ് സ്പാൻ ഇല്ല. Take that to heart. What you need to do is to be willing to change. You should be creative. നിങ്ങൾക്ക് ഒരു ക്ലൗഡിൽ എൻ്റർ ആകണമെങ്കിൽ ക്വസ്റ്റ്യൻ കണ്ടു പറഞ്ഞാണ് അതെന്നെ റിലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പഠിക്കേണ്ടത് നിങ്ങളുടെ ബേസ് കറക്റ്റ് ആയിരിക്കണം. എങ്ങനെയാണ് നിങ്ങളൊരു സിസ്റ്റം ഡൗൺ ആയാലും അപ്പാക്കുന്നത്, എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ കമ്പോണൻ്റ് ആണുള്ളത്. അത് വെർച്വലി വരുമ്പം എത്ര കോർ അല്ലെങ്കിൽ എത്ര വെർച്വൽ കോർ ഉണ്ട്, അല്ലെങ്കിൽ എത്ര റാം കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നെറ്റ്വർക്കിൻ്റെ അകത്ത് ആക്സിലേഷൻ വേണോ വേണ്ടയോ, എത്രയായിരിക്കും എൻ്റെ ഇൻപുട്ട്, എത്രയായിരിക്കും എൻ്റെ ഡേറ്റ ഔട്ട്പുട്ട്, ഇൻഗ്രസ് അല്ലെ എഗ്രസ് നമ്മൾ പറയുന്നത്. അപ്പം ഈ ഒരു സാധനം നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ബേസ് കറക്റ്റ് ആയിരിക്കണം. ഈ ബേസ് കറക്റ്റായിട്ട് പുതിയ ടെക്നോളജി വരുന്നു. ബിക്കോസ് എവറിഥിങ് ഇസ് ബേസ്ഡ് ഓൺ these basics that you're learning from school, college, or any other institution. So if you're willing to learn, and if you're willing to change and creative in conceiving new ideas, you will have a company use case. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇൻഡസ്ട്രിക്ക് വേണ്ടത്. അല്ലാതെ there is no one sure shot answer that can make you the next promising engineer അല്ലെങ്കിൽ the next promising software developer. It's all about you and your learning capacity. ഇൻഡസ്ട്രിയിൽ ഇന്നത്തെ വേർഡ് എന്ന് പറയുന്നത് അവിടെ തന്നെ എത്തിയിരിക്കണം. വാട്ട് നൗ? ഇറ്റ്സ് ഓൾ അബൌട്ട് ലേൺ, അൺലേൺ ആൻഡ് റീലേൺ. അതാണ് ഇന്നത്തെ ഒരു ന്യൂ നോർമൽ. ഇന്ന് ഓപ്പൺ സോഴ്സ് ടെക്നോളജീസ് ആണ് എല്ലാ കമ്പനികളും അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും എടുക്കുന്നതും. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ മൈൻഡ് സെറ്റ്. നിങ്ങൾ പുതിയ കാര്യങ്ങൾ എങ്ങനെ അബ്സോർബ് ചെയ്യാൻ നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആക്കുക. സ്ട്രോങ് ആക്കിയതിനു ശേഷം മുമ്പോട്ട് ഓരോ ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ്, നിങ്ങൾ കോളേജിലാണെങ്കിൽ you are in the final year, do 2 projects in each semester. When you come out, showcase that as your experience. When industry is willing to take you in, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ് ക്ലിയർ ആക്കുക. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്താണ് പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റുക. അപ്പോൾ മറ്റൊരു നമ്മൾ പറയും എല്ലാവരും ഡെവലപ്പറായിട്ട് പോകണം, ഡെവലപ്മെന്റിന്റെ കാലം കഴിയാൻ പോകുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം നോ കോഡ് ആൻഡ് ലോ കോഡാണ് ഇനി വരും. സെൽഫ് കോഡിങ് AI വരുന്നു. ഓക്കെ, നമ്മൾ അവഞ്ചേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അവഞ്ചേഴ്സിൻ്റെ ജാർവിസിനോട് ആണ് പറയുന്നത്, ജാർവിസ് മേക്ക് മീ ദിസ് തിങ് എന്ന് പറയുന്ന പോലെ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടുവരാം. പക്ഷെ ആ ജാർവിസിനെ പ്രോഗ്രാം ചെയ്യാൻ ആൾ വേണം. സോ the need of the actual thing heads or the people who can really build code or make people build code is never going away. So എപ്പോഴും ടെക്നോളജി ഉണ്ടാവും. ആ ടെക്നോളജിയെ റൺ ചെയ്യാൻ യു നീഡ് ടെക്നോളജി ബിഹൈൻഡ് ദാറ്റ്. അത് ബിൽഡ് ചെയ്യാൻ ആൾ വേണം. സോ ഇറ്റ്സ് നെവർ ആൻ എൻഡിങ് സ്റ്റോറി. നമുക്ക് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഡെവലപ്മെന്റ് മാറിയിരിക്കും, ബട്ട് ദ ജോബ് മാർക്കറ്റ് സ്റ്റിൽ റിമെയിൻസ്.
So it's all about you and your learning. Learning never ends. So as Socrates says, to be is to do. നിങ്ങൾക്ക് എന്തെങ്കിലും ആകണമെങ്കിൽ ഇറ്റ്സ് അപ് ടു യു. യു ഹാവ് ടു ഡു. അന്ന് നമ്മളൊക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ ഓപ്ഷൻസ് തരാം, ഇൻപുട്സ് തരാം എന്നുള്ളത് അല്ലാതെ to be is to do, and it's completely upon you. With that, I wish you all luck and success. In the ആവശ്യം ഉണ്ടെങ്കിലും through WhatsApp you can connect to us, and we'll all be there to support. Thank you. Thank you, sir. It was really an informative session. നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട് സർ. ഫസ്റ്റ് വൺ ഇസ് it is asked that can you please mention some websites or articles where we can read regularly about latest updates? Sure. ഞാൻ ടെക് ഗിഗ് എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കിൾ ഫോളോ ചെയ്യാറുണ്ട്. അവരുടെ ലേറ്റസ്റ്റ് ടെക്നോളജി ട്രെൻഡ്സ് വരുന്ന അനുസരിച്ച് അവർ ഫോളോ അപ്പ് ചെയ്യും. പിന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന ഗാർട്ട്നർ ഫോളോ ചെയ്യാറുണ്ട്. ഗാർട്ട്നറിനകത്ത് ട്രെൻഡ്സ് കിട്ടും. ആ ട്രെൻഡ്സ് വെച്ചിട്ട് ഓരോന്നും നമ്മൾ അതാത് കീവേഡ്സ് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ന്യൂസ് നമ്മൾ നോക്കുമ്പം ഒരു ടെക്നോളജി എടുക്കുകയാണെങ്കിൽ ഇപ്പം അത് ട്രെൻഡിങ് ആണോ എന്ന് അറിയാനായിട്ട് ഗാർട്ട്നർ അല്ലെങ്കിൽ ഫോബ്സ് അവരുടെയൊക്കെ സ്റ്റഡീസ് ഉണ്ട്, റിവ്യൂസ് ഉണ്ട്. കാരണം ഇവരുടെ റിവ്യൂസ് നമ്മൾ പറയുന്നത് ഇവരോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിട്ടല്ല, ബട്ട് ദേ ഇൻവോൾവ് ഓൾ ദ ജൈൻസ്, ഓൾ ദ ഇൻവെസ്റ്റേഴ്സ്. അതായത് ഒരു ടെക്നോളജി ആരെങ്കിലും അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പം ഈ പറയുന്ന എ ലിസ്റ്റേഴ്സ് റിസർച്ചേഴ്സ് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഒരു ആംഗിളിൽ നിന്നല്ല പല സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ നിന്നും ഇൻഫർമേഷൻ എടുത്തിട്ടാണ് ഈ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്, അതിൽ ഇത്രയധികം ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഉള്ള ടെക്നോളജീസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കഴിയുമ്പോൾ യു ഗോ ആൻഡ് ഫൈൻഡ് ദോസ് കീവേഡ്സ് ആൻഡ് ദെൻ റീഡ് ദ ലേറ്റസ്റ്റ് ന്യൂസ്. ഒരു ഇന്നിപ്പം നമ്മളൊരു കാര്യം ഫോളോ ചെയ്യുമ്പോൾ ഡോണ്ട് ലുക്ക് ഇൻ ടു എനിത്തിങ് ബിയോണ്ട് ഓർ വിച്ച് വാസ് ബിഫോർ 2019, the latest technology. അപ്പൊ അതിൻ്റെ അകത്ത് ട്രെൻഡ് മനസ്സിലായി. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂട്ടി പറയാം. ഹൈപ്പർ ലെഡ്ജർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കോർഡ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോക്ക് ചെയിൻ ഫ്രെയിം വർക്ക് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തൊക്കെ ഭയങ്കര അപ്കമിങ് ആയിരുന്നു. ബട്ട് ഇപ്പൊ 2021 നോക്കുമ്പോൾ അതിൽ അത്രയധികം ട്രാക്ഷൻ ഇല്ല. അപ്പം ഈ പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ടെക്നോളജിയാണ് അതിൻ്റെ കമ്മ്യൂണിറ്റി. അതായത് there is developed a community for all these technologies. See how it is trending. അവിടെ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്നതനുസരിച്ച് എന്തായാലും എറേഴ്സ് വരും, ക്വസ്റ്റ്യൻസ് വരും, അല്ലെങ്കിൽ ഹെൽപ്പ് റിക്വസ്റ്റ് കാണും. അപ്പോൾ ഈ പറയുന്ന അവിടെയൊക്കെ നല്ല മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഷോസ് ഇൻഡസ്ട്രി നീഡ്സ് ഇറ്റ് ആൻഡ് ദർ ഇസ് പാരലലി ലോട്ട് ഓഫ് ഡെവലപ്മെന്റ് ഹാപ്പൻ. ഇങ്ങനെയാണ് നമ്മളൊരു ടെക്നോളജി ട്രാക്ക് ചെയ്യുന്നത്, അതിനെ ഫോളോ ചെയ്യുന്നത്, അതിനെ അഡോപ്റ്റ് ചെയ്യുന്നത്. സോ കമ്മിങ് ബാക്ക്, നമ്മൾ എവിടെയാണോ ടെക്നോളജി ട്രെൻഡ്സ് എന്നുള്ള മനസ്സിലാക്കുക, അതിന്റെ ലേറ്റസ്റ്റ് ന്യൂസ് കണ്ടെത്തുക, അതിനുശേഷം അതിനെ ഫോളോ ചെയ്യുക. Okay, sir. We have one more question. Can you give your thought on how a student should start a career on cloud architecture, or is it compulsory to have an engineering degree? Okay. അപ്പം എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഞാൻ ഈയിടെ ഇപ്പം എഞ്ചിനീയേഴ്സ് ഡേ ആയിരുന്നപ്പോൾ ഒരു നല്ല ഒരു ഫോർവേഡ് കണ്ടിരുന്നു. വാട്സാപ്പ് ഫോർവേഡാണ്, വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്നല്ല. അതിൻ്റെ അകത്ത് ഒരു എഞ്ചിനീയർ പുള്ളിക്കാരി വിശ്വേശ്വരയ്യയുടെ ആ ഒരു മൈൻഡ് സെറ്റിനെ കുറിച്ചും എഞ്ചിനീയർ എന്ന് പറയുന്ന ഡിഗ്രി എടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് പഠിച്ചതൊന്നും തന്നെ പിന്നീട് ചെയ്യുന്നില്ല എന്ന് എല്ലാ എഞ്ചിനീയേഴ്സും പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റാണ് എഞ്ചിനീയറിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഞ്ചിനീയറിംഗ് ഈസ് മേക്കിംഗ് യു കേപ്പബിൾ. സോ ഞാൻ ആ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്, ഞാൻ എന്ന് വരെ ഞാൻ റിക്രൂട്ട് ചെയ്ത ഒരാളോട് നിങ്ങളൊരു എഞ്ചിനീയർ ആണോ എന്ന് ചോദിച്ചിട്ടില്ല. കാരണം തിരിച്ചു പറയാം, അവർ അതിന് CV യിൽ എഴുതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടല്ല. ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് യുവർ ടാലന്റ്, ഇറ്റ്സ് യുവർ എക്സ്പീരിയൻസ്. അപ്പം നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ത്രൂ ഔട്ട് ദ ലെക്ചർ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ പഠിക്കുന്ന ഏത് കോഴ്സും ആയിക്കോട്ടെ, ഇത് ഓരോ സെമിസ്റ്ററിലും ഓരോ പ്രോജക്റ്റ്, അതിന് ടീച്ചർ പറയേണ്ട അല്ലെങ്കിൽ നിങ്ങളെ സിലബസിൽ ഉണ്ടാകേണ്ട, നിങ്ങൾക്ക് വേണ്ടി ഓരോ പ്രോജക്റ്റ് ചെയ്യാമെങ്കിൽ, എന്നിട്ട് നിങ്ങളെ ആരെങ്കിലും നിങ്ങൾ അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ അസാപ്പുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി, ഞങ്ങൾ അവരെ ഡീൽ ചെയ്തോളാം. അതായത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ യു നീഡ് നോട്ട് ഈവൻ പുട്ട് യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ.
put those 5 projects or 6 projects, or if you're an engineer, put 8 projects. അത് നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ ആ ഒരു ടെക്നോളജി സ്റ്റാക്ക് നിങ്ങൾക്ക് കാണിക്കാമെങ്കിൽ no one will ask if you're an engineer. To that matter, don't even check if you've passed your degree. ഇത് നിങ്ങൾ പഠിക്കാതിരിക്കാൻ പറയുന്നതല്ല. You're all supposed to learn because the parallels that I'm trying to draw here is it's not your degree that is going to fetch your job. ഡിഗ്രി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം, ഡിഗ്രി കാരണം നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടിയേക്കാം, പക്ഷെ അതൊരു 6 മാസമേ കാണുള്ളൂ. If you are not living up to what the industry needs, if you are not willing to learn and deliver, then it's nothing. So engineering ഒരു qualification ആണ്, പക്ഷെ അത് മാത്രമല്ല, your talent, your skill set, not even your experience, your expertise. നിങ്ങൾ എത്ര എക്സ്പേർട്ട് ആണോ ടെക്നോളജി, that's going to fetch you. Okay, sir, we have one more question. What is your opinion on drones taking up the e-commerce arena? Can we imagine this to be implemented in India, and is it a good option to pursue a course in that area? So ഡ്രോൺസിന്റെ കാര്യത്തിൽ നമ്മുടെ ഒരു ഫാർ ഫെച്ച്ഡ് ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ എത്തിപ്പെടാൻ പറ്റാത്ത പല സ്ഥലത്തും ഡ്രോൺ വെച്ച്, സ്വന്തമായിട്ട് ഡ്രോൺ വെച്ച് പറന്നു പോയി ഈ ഡെലിവറി ചെയ്യുന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ നേവിയിൽ 2 ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇഷ്യൂ. അപ്പം അവിടെ ഈ ഡ്രോൺ വെച്ചിട്ട് അപ്പുറേ പോയി ഇപ്പുറേ വന്നു അങ്ങനെയുള്ള റെസ്ക്യൂ മിഷൻസ് കണ്ടിരുന്നു. ചോദ്യത്തിലേക്ക് വരുന്നത് ഡെലിവറി വിത്ത് ഡ്രോൺ. ദുബൈയിൽ അത് ഓൾറെഡി ഇംപ്ലിമെന്റഡ് ആണെന്നാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. സോ ഡെലിവറിങ് വിത്ത് ഡ്രോൺ ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി ഇപ്പം വളരെയധികം മെച്ചുറായി. ഇന്ന് നമ്മുടെ എല്ലാ വീഡിയോഗ്രാഫേഴ്സിന്റെ കയ്യിലും ഡ്രോൺ ഉണ്ട്. നമ്മുടെ ആരുടെയും തലയിൽ പൊട്ടി വീണതായിട്ട് ഒരു ന്യൂസ് ഇതുവരെ കണ്ടിട്ടില്ല. മിസ്ഹാപ്സ് ഉണ്ടാവും, പക്ഷെ അത് that does not mean technology is not here to stay. ഇന്നത്തെ ഏത് സിനിമ കണ്ടാലും ഏരിയൽ ഷോട്ട്സ് ഇല്ലാത്ത ഒരു ഫിലിം പോലും ഇല്ല. മീനിങ് നമുക്ക് ടെക്നോളജി യൂസ് ചെയ്യാൻ, ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു റീപ്ലേസ് സമ്മൺ, ദാറ്റ് ഈസ് ഗോയിങ് ടു ആഡ് ടു യുവർ സേ ഈസ് ഓഫ് ഓപ്പറേഷൻസ്. സോ ആ ഒരു ആംഗിളിൽ ഡെഫിനറ്റ്ലി ഡ്രോൺ വെച്ചിട്ടുള്ള വർക്കുകൾ അത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഏത് ഇൻഡസ്ട്രിയിലാണ്, ഇപ്പം സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ട് യൂണിറ്റ്സ് ഉണ്ട്, ഇന്ത്യയിൽ ബേസ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇത് എവിടെയാണ് നിങ്ങൾക്ക് ഡ്രോൺ മാനുഫാക്ചറിങ്ങിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെ ഏത് ഇൻഡസ്ട്രി എന്ന് ചോദിച്ചാൽ അത് ഓരോ ബ്രാൻഡ് ബേസ്ഡ് ആണ്. ബട്ട് ദാറ്റ് ഫീൽഡ് ഈസ് അപ്കമിങ്. ദർ ആർ ലോട്ട് ഓഫ് യൂസസ് ദാറ്റ് ഹസ് ബീൻ ഈ വീഡിയോ എടുക്കുന്നതും അല്ലാതെ ഇഷ്ടം പോലെ, അത് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നതിന് AI ഡ്രിവൺ ആയിട്ടുള്ള ഡ്രോൺസ് വിടുക, ഇത് ഒരു യൂസ് കേസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. നമ്മൾ പോയിട്ട് ഹെലികോപ്റ്ററിൽ മരുന്നടിച്ചിരുന്ന ഒരു കാലം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെ പോകാതെ ഒരു ചെറിയ ഡ്രോൺ വെച്ച് അതിൻ്റെ അകത്ത് ഇത്ര എമൗണ്ട് ഓഫ് പെസ്റ്റിസൈഡ്സ് വെച്ചിട്ട് ഓരോ പ്ലാന്റിനും പോയി മരുന്നടിക്കുന്ന യൂസ് കേസ് ഈയിടെ നമ്മൾ കാണുന്നുണ്ട്. സോ സിമിലർലി ദർ ആർ ലോട്ട് ഓഫ് സച്ച് യൂസ് കേസസ് ആൻഡ് ദ ഫീൽഡ് ഈസ് ഓപ്പൺ. Okay, sir. We have one last question from Mr. Abhijit Babu. How to get a job in IoT is what he has asked. Okay. So IoT-യിൽ ജോബ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒത്തിരി കമ്പനീസ്, സിമൻസ് അല്ലെന്നുണ്ടെങ്കിൽ സിമൻസിന്റെ ഈയിടെ അവർക്കൊരു കണക്റ്റഡ് സിറ്റി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. സോ അതിൽ കംപ്ലീറ്റ്ലി IoT ഡ്രിവൺ ആണ്. അതൊരു സിറ്റിയിൽ including the IoT devices are attached to everything that you have. From ഫ്രിഡ്ജിൻ്റെ അകത്ത് എന്തെങ്കിലും സാധനം തീർന്നു കഴിഞ്ഞാൽ അത് ഓർഡർ ചെയ്യുന്നു, ആമസോണിന്റെ ഓർഡർ ബട്ടൺ പോലുള്ള ബട്ടൺ വഴി ഓർഡർ ചെയ്യുന്നു. ഞങ്ങളുടെ കണക്റ്റഡ് കാർസ്, ആ കണക്റ്റഡ് കാർ നേരിട്ട് പോയി ഇവിടുന്ന് നിങ്ങളുടെ ഗ്രോസറിയിൽ നിന്ന് സാധനം പിക്ക് ചെയ്ത് തിരിച്ച് കൊണ്ടുവരുന്നു. അത് റോബോട്ട്സ് എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ട് റീപ്ലനിഷ് ചെയ്യുന്നു. സോ ആ ലെവലിൽ ഓട്ടോമേഷൻ, കംപ്ലീറ്റ്ലി കണക്റ്റഡ് സിറ്റി. From you talk about anything, there is an IoT device that can be plugged in. ഇപ്പോൾ ഡോറിന്റെ കാര്യത്തിലാണെങ്കിൽ ഡോറിൽ ക്യാമറ വെച്ച് ഫിംഗർ പ്രിന്റ് റീഡർ വെച്ച് IoT ഡിവൈസസ് വരുന്ന ആൾക്കാർ, ഇപ്പൊ നമ്മളൊരു ഒരു 20 പേരുടെ ഒരു പാർട്ടി നടത്തണം. നമ്മൾ പറയുന്നു
അവരുടെ ഫോട്ടോയും അവരുടെ ഇതും കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പരിപാടി ഇന്ന സമയത്തിനകം ഫ്രം ദിസ് ടൈം ടു ദിസ് ടൈം അലൗ സോ മെനി പീപ്പിൾ ടു മൈ ഹൗസ് എന്ന് പറയുന്ന രീതിയിൽ പോലും നമുക്ക് IoT ഡിവൈസസിന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ IoT ഡിവൈസസിന്റെ ഏറ്റവും അപ്കമിങ് ആയിട്ടുള്ള ഫീൽഡ് എന്ന് അഗ്രികൾച്ചർ, ബയോടെക്നോളജി, അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡ്സ്. അപ്പൊ ഇതിൻ്റെയൊക്കെ ചെയ്യുന്നത് ഈവൻ സ്റ്റാർട്ടപ്സ്. ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഒരു കമ്പനിയിൽ ചേരുന്നതിനെ പോലെ തന്നെ ഈക്വലി വാട്ട് യു ക്യാൻ തിങ്ക് അബൌട്ട് ഇസ് സ്റ്റാർട്ടിങ് അപ്പ് യുവർ ഓൺ ബിസിനസ് ഇൻ ദ IT ഫീൽഡ്, ഇൻ ദ IoT ഫീൽഡ്. AI ഞാൻ ഉടനെ എന്ന് പറയില്ല, കാരണം ഇറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് ഡേറ്റ വിച്ച് നീഡ് ടു പ്രോസസ്. ബട്ട് അതിന്റെ സ്കിൽ സെറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്യാം. Entrepreneurship is something that you all need to be very clear about. Again, that call out is to the WhatsApp story. WhatsApp was one of the biggest, the way that Facebook acquired it was talked about in that way. അതായത് ഫേസ്ബുക്കിൽ ജോലി ചോദിച്ചിട്ട് കിട്ടാതിരുന്ന രണ്ടുപേര് ഉണ്ടാക്കിയിരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അവർ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് കൊടുത്ത് അവസാനം എടുക്കേണ്ട വന്നു. സോ നിങ്ങളുടെ ഓരോരുത്തരിലും ആ ഒരു സ്പാർക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Think about it, and you have a wonderful support system here as Kerala Startup Mission. So leverage on all of this. Thanks a lot, sir. It was really informative speaking to you and listening to you. Now I call upon Mr. Anand, Program Manager, ASAP Kannur, to deliver the vote of thanks. Hello, hope I'm audible. Anand, you are audible. Okay. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ ഇന്നത്തെ കർത്തവ്യം എന്ന് പറയുന്നത് നന്ദി പ്രകാശനം ചെയ്യലാണ്. ആദ്യമായി ഇവിടെ ഉദ്ഘാടന പ്രസംഗം നടത്തിയ കണ്ണൂർ ജില്ലാ കളക്ടർ ശ്രീ ചന്ദ്രശേഖർ IAS സാറിന്റെ വളരെ തിരക്ക് പിടിച്ച ഷെഡ്യൂളിനിടയിലും അദ്ദേഹം നമുക്ക് വേണ്ടി ഒരു വീഡിയോ മെസ്സേജ് റെക്കോർഡ് ചെയ്യുകയും അത് നമ്മളിവിടെ കേൾപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ കണ്ണൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ശ്രീ EK പത്മനാഭൻ സാറിന്റെ ഇതിന് പുറകിൽ കാണിച്ച വളരെയധികം എഫേർട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഭംഗിയായി ഈ വെബിനാർ ഇവിടെ ചെയ്യാൻ സാധിച്ചതെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇവിടെ സ്പെഷ്യൽ അഡ്രസ് പറയാനെത്തിയ ശ്രീ വിനോദ് സർ, ASAPന്റെ CSP ഡിവിഷൻ അതുപോലെ ബിസിനസ് ഡെവലപ്മെന്റ് ഡിവിഷൻ മേധാവിയാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു വളരെയധികം വാല്യുബിൾ ആയിട്ടുള്ള കുറെ അധികം ഇൻസൈറ്റ്സും നമുക്ക് പങ്കുവച്ചു തന്നിരുന്നു. അദ്ദേഹത്തിനും ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ്. പിന്നെ ഇവിടെ ഇൻട്രഡക്ടറി നോട്ട് വായിച്ച ശ്രീ കൃഷ്ണൻ സർ, ASAPന്റെ ജില്ലാ പ്രോഗ്രാം മാനേജറാണ്. സാറാണെന്ന് തോന്നുന്നു ഈ ഒരു വെബിനാർ ഇവിടെ നടത്താനും അതിന് പുറകിലുള്ള ഒരു ഗൈഡിങ് ഫോഴ്സായി പ്രവർത്തിച്ചത്. അപ്പൊ സാറിനും നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഏറ്റവും ബിഗ് താങ്ക്സ് അറിയിക്കേണ്ടത് ഇവിടെ സ്പീക്കറായി വന്ന ശ്രീ ബിനീഷ് മൗലാന സർ. ഈ ഒരു മണിക്കൂർ ഗ്യാപ്പിൽ ഇത്രയധികം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ ചേഞ്ചസും അതിന്റെ വളരെയധികം നുവാൻസുകളൊക്കെ നമുക്ക് പങ്കുവെച്ച് തന്നു. അദ്ദേഹത്തിന് ഒരു ബിഗ് താങ്ക്സ്. വളരെ ഒരു ഭംഗിയായിട്ടുള്ള ഒരു സെഷനായി മാറ്റാൻ അദ്ദേഹം കാണിച്ച എഫേർട്ടിനും താങ്ക്സ് അറിയിക്കുകയാണ്. അതുപോലെ അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസർ ശ്രീ ബൈജു സർ, അതുപോലെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ശ്രീ ബിനിഷ് സർ, ഇവർക്ക് രണ്ടുപേർക്കും നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഈ വെബിനാറിന്റെ പുറകിൽ പ്രവർത്തിച്ച എൻ്റെ കൊളീഗ്സ് ആയ പ്രോഗ്രാം മാനേജേഴ്സ്, അതുപോലെ ശ്രീമതി മോനിഷ, ശ്രീ മനു എന്നിവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിന്നെ അവസാനമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പാർട്ടിസിപ്പൻസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രട്ടേണിറ്റി, ഇവർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.